നിന്റെ കൂർമ്മ ബുദ്ധി വല്ലാതെ കൂടിയിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നത്. ഇപ്പോ നിന്നെന്താ ചെയ്യാ? കൊക്കെയിൻ ഓവർഡോസേജാ. ചാവില്ല നീ. ജീവനോടെ തന്നെ ഉണ്ടാവൂ. ജീവനോടെ തന്നെ ഉണ്ടാവൂ. ജീവനോടെ മാത്രമേ ഉണ്ടാവൂ നീ. സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. ഇങ്ങോട്ട് തുപ്പല്ലേ. അങ്ങോട്ട് അങ്ങനെ തുപ്പിക്കളേ, തോറ്റു പോകും കേട്ടോ. അവിടെ അതാ ബീറടി ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ. എന്താ ബീറുകൂടി. അങ്ങനെ തന്നെ. ഈ ബിയറൊക്കെ എനിക്ക് വെറും പുല്ലടാ. മത്സരത്തിന്റെ അവസാനം ശക്തി ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിന്റെ വിചാരം എന്തുവാ? നല്ല കമന്ററി ചെയ്യുന്നു. ഫുട്ബോൾ കളിക്കാരുടെ ക്രിക്കറ്റ് എങ്ങനെ ഉണ്ടാവും? അത്രയ്ക്ക് വൃത്തികേടാണ്. എവിടേക്കാ സാറേ പോകുന്നത്? ഒരു ചായ കുടിക്കാൻ വേണ്ടി അകത്തോട്ട് പോകുന്നു. മാറി നിൽക്കാനാ പറഞ്ഞത്. ബീർ അടിക്കുന്നതല്ല, അടക്കി പിടിക്കുന്നതാണ് ബെറ്റ്. 20 ബീർ 20 മിനിറ്റ് 20,000 രൂപ പ്രൈസ്. ഈ ഗെയിമിന്റെ പേരാണ് ഞാൻ പോയി. ഇനി 3 മിനിറ്റേ ഉള്ളൂ. മൂത്രം പിടിച്ചു വെക്കേ. വാ പോവാം. വീണ്ടും പഴയ ഊർജത്തോടു കൂടി തന്നെ മത്സരം തുടരുകയാണ്. തുടങ്ങട്ടെ. നിറങ്ങത്തല തണുത്തത് കൊണ്ട് ഇടുക്കിയിടാം ഇതാ പൊട്ടി ഒഴുകി. എക്സർസൈസ് ഇട്ടും പൊട്ടിപ്പോയി. ഇയാൾ കള്ളക്കളി കാണിച്ചത് തെളിഞ്ഞിരിക്കുന്നു. പലതുള്ളി പെരുവെള്ളം. എത്ര ഒഴിച്ചാലും വന്നുകൊണ്ടിരിക്കുവാണല്ലോ. വേഗം വന്നോട്ടെ. ആരുവാടേത്? മേഡം, ഞാൻ പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയർമാർ ഇവരാ. അതെന്തോന്നാ റിവേഴ്സ് എഞ്ചിനീയർ? ഒറിജിനൽ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവന്മാരെ ആ പേരിൽ വിളിക്കുന്നത്. മൂക്കറ്റം കുടിച്ചിരിക്കുകയാണല്ലോ ഇവന്മാരാണ്. രാത്രി പാർട്ടി ആയിരുന്നു. ഏതോ ഗെയിമിൽ ജയിച്ചു എന്ന് പറഞ്ഞ 2020 മാച്ച് ആയിരുന്നു. ഗെയിമിന്റെ പേര് നനഞ്ഞാ പോയി. മിണ്ടാതിരിക്കടാ. നാളെ 10 മണിക്കുള്ളിൽ കോടതിയിൽ ഇവനെ ഹാജരാക്കണം. ഒരു പേപ്പർ പോലും കൈവശമില്ല. എല്ലാം സോഫ്റ്റ് കോപ്പി ആയിരിക്കുക. ഒന്ന് എടുക്കാന്ന് വെച്ചാ കമ്പ്യൂട്ടറിൽ എററും കാണിക്കുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുവോടാ. ഇല്ലെങ്കിൽ ആ ജഡ്ജ് എന്റെ ജീവൻ എടുക്കും. മാഡം, ഇതിൽ സിഗ്നൽ കാട്ടുന്നില്ല മാഡം. വന്നോണ്ടിരിക്കുന്ന സിഗ്നൽ നിങ്ങൾ തന്നെ മാറ്റിയാൽ എങ്ങനെയാ മാഡം? ഇങ്ങോട്ട് മാറ്റി. ഒന്നുമില്ല, നീ ഇവിടെ കിടന്നു. ചേച്ചി തലേണുണ്ടോ? അവന്റെ ഒരു തലയണ. തലല്ലേ. എഴുന്നേരം പോടാ. കഴിഞ്ഞോടെ ചെറുക്ക, ഞാൻ പറഞ്ഞല്ലേ ശരിയാക്കി എടുത്തോ. അത് പറ്റുന്നില്ല മാഡം, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ നാളെ ശരിയാക്കാം. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ. എന്റെ പൊന്നു മോനല്ലേ അവിടെ ഇരിക്കേ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിത്താ.
വണ്ടി ഓടിക്കുമ്പോഴേ ഡ്രൈവറിൻ്റെ അടുത്തിരുന്ന ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവർ ഉടനെ തന്നെ ഉറങ്ങും. ഞാനും ഇൻട്രസ്റ്റോടെ ജോലി ചെയ്യണമെങ്കിലേ ഈ ഇരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. ഇവന്മാരാണെങ്കിൽ പകലും ഒരു ജോലി ചെയ്യില്ല, പിന്നെ പാതിരാത്രിക്ക് ഞാൻ എന്ത് കൊടുക്കാനാ? ഇതൊന്ന് കെട്ടിയേ. സൈക്കോ, ഉറക്കം വന്നില്ലെങ്കിൽ ചായ കുടിക്ക്. ചായ എടുത്ത് മോന്തയിലോട്ട് ഒഴുകി. വട്ടനെ പോലെ ഞങ്ങളെ കൊണ്ട് ബലൂൺ ഉദിപ്പിക്കുന്നു. വായ വേദനിക്കുന്നടാ. ബലൂൺ കിട്ടാത്തോണ്ട് വല്ല മിക്സ് ചെയ്തോ? ഉറക്കം കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. വളവളന്ന് സംസാരിക്കാണ്ട് ഊതാൻ നോക്ക്. ചേച്ചി, ചേച്ചി പെട്ടെന്ന് ഊതുന്നുണ്ടല്ലോ. വീട്ടിൽ തന്നെയാടാ പണി. ഡാ, കുട്ടികൾക്ക് ഊതി കൊടുത്ത ശീലാന്നാ പറഞ്ഞ. നിങ്ങളുടെ വീട്ടിൽ കുറെ കുട്ടികളുണ്ടോ? അയ്യോ, അത് ഓർമ്മിപ്പിക്കാതെ അനിയാ. ഓടി വരുന്നുണ്ടല്ലേ? എനിക്ക് വയ്യ. ഹേറാപ്പടത്തിലെ ഹീറോയിന്റെ ചുണ്ടു പോലെ ആയടാ. വിട്ടേക്കടാ, എന്നെ കൊണ്ട് വയ്യ. ഊതിക്ക് ഓ, എൻ്റെ അമ്മേ. യെസ്, റിക്കവറി. മേഡം മേഡം, പോലീസ് മേഡം, വേഗം വാ. എല്ലാം ശരിയായി. മേഡം 5 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടേ. അവറിന് 2000 രൂപയാണ് കണക്ക്. 10000 രൂപ എനിക്ക് തരണം. 200 ബലൂണാണ് ഊതിയത്. വായ കോച്ചിപ്പോയി. വാസലിനൊക്കെ മേടിക്കണം. കണ്ടറിഞ്ഞു തരണേ. ഇതെന്താ ഇവൻ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്ന പോലെ സംസാരിക്കുന്നേ? മേഡം, പോലീസ് ആയതുകൊണ്ട് 1000 രൂപ വേണേ കുറച്ച് തരാം. ശരി, 9000 രൂപ എടുക്കുക. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കാം. എടാ, ഞങ്ങളൊക്കെ പോലീസാടാ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ജോലി ചെയ്ത കാശ് കിട്ടാതെ ഞാൻ ഒരിക്കലും വിടില്ല. എന്നാ ഞാൻ എടാ, delete ചെയ്യാം. ചതിക്കല്ലേ, ചെയ്യല്ലേ. നമ്മുടെ കൺട്രോളിൽ നിന്ന് റൈറ്ററെ വിളിച്ചിട്ട് വേഗം വാ. പറയുന്ന കേക്ക് ചതിക്കല്ലേ. 99% ആപ്പിള്, 1% പേരയ്ക്ക. എന്താ ചേട്ടാ, ഇഷ്ടപ്പെട്ടോ? എന്താ ശക്തി, നമ്മൾ 10000 രൂപയ്ക്കല്ലേ സംസാരിച്ചത്? പകുതി വില പറഞ്ഞിട്ടും വില വെച്ചെന്ന് കണ്ടില്ലേ ചേട്ട്? അല്ല, ഇത് എത്ര നാൾ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. 3000 രൂപയ്ക്ക് ഇങ്ങനെ ചുമ്മാ മൂപ്പിക്കാതെ ചേട്ടെ. ഒന്ന് ഷോറൂമിൽ ചെന്ന് ചോദിച്ചേ. അവർ MRPയുടെ പേരും പറഞ്ഞിട്ട് 50000 രൂപ കയ്യിൽ നിന്ന് വാങ്ങും. ആ AC-യുടെ തണുപ്പും സെയിൽസ് ഗേളിന്റെ ചിരിയും കാണുമ്പോൾ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് കാശെടുത്താൽ കൊടുക്കും. ഓ, ശരി, ഇതാ. എന്നാലും വാറണ്ടി ഉണ്ടായിരുന്ന നന്നായിരുന്നു. എന്റെ ചേട്ടെ, നമ്മുടെ വാക്കാണ് വാറണ്ടി. ധൈര്യമായിട്ട് പോയി. അച്ഛാ, ഇവരെ സ്റ്റെബിലൈസർ അടുത്ത ആഴ്ച വീട്ടിലേക്ക് അയച്ചേരും. ആയിക്കോട്ടെ. നീ എന്തിനാ ഇവിടേക്ക് വന്നേ? എനിക്കിത് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റൂ. ആദ്യം ഗെറ്റ് ഔട്ട്. എടാ, വിത്തൗട്ട് ബിൽ എത്ര വേണം. പ്രാവശ്യം ഫോൺ ചെയ്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ നീ എങ്ങനെയൊക്കെയാ കൺവിൻസ് ചെയ്ത്? എന്നോട് തന്നെ വേണ്ടായിരുന്നു ഈ ചതി. ഇപ്പൊ കൊണ്ട് നടക്കാനും പറ്റാതെ കൊണ്ട് കളയാനും കഴിയാതെ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. എടാ, ആഴ്ചയിൽ 7 ദിവസം നീ എന്റെ കൂടെ ആയിരുന്നല്ലോ. ഇതെപ്പോഴാ ചെയ്ത്? ബലൂൺ യൂസ്. അത് എനിക്ക് മാത്രമായിരുന്നോ? ചുമരടാ, ആദ്യം നീ ഇവിടുന്ന് പോവാൻ നോക്കിയേ. ഓഹോ, നിന്റെ കാര്യം കഴിഞ്ഞപ്പോ ഒഴിവാക്കാൻ നോക്കുവാണല്ലേ? മാഡം, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ പേര് പോലും എനിക്കറിയില്ല. നിങ്ങൾ എന്താ ജാതി, ഐ ഡോണ്ട് കെയർ. പക്ഷെ കുട്ടിക്കാലം മുതൽക്കേ തേപ്പ് കിട്ടിയവർക്ക് ഒരു ജീവിതം കൊടുക്കണമെന്നായിരുന്നു എയിം. നിങ്ങളൊന്ന് മൂളിയാൽ മതി. നിങ്ങളുടെ കൊച്ചിനൊരു അച്ഛനായി, നിങ്ങൾക്കൊരു താങ്ങായി ഞാനുണ്ടാവും. What the hell? വിടില്ല ഒരിക്കലും. നാട്ടുകാരുടെ മുൻപിൽ വെച്ച് ഇതിനൊക്കെ ഉത്തരം പറയിപ്പിക്കും നിന്നെ കൊണ്ട്. എന്നാ തുടങ്ങിയാലോ? CDV ഹാർഡ് ഡിസ്ക് തരാന്ന് പറഞ്ഞു തന്നില്ല. i7 പ്രോസസ് തരാന്ന് പറഞ്ഞു. Q2 ആണ് തന്നേക്കുന്നത്. വിൻഡോസ് പോലും ഒറിജിനൽ കിട്ടിയിട്ടില്ല എനിക്ക്. കള്ളമായി പറയുന്നത്. 4GB റാം കൊടുത്തതാ, 54GB പടവും കയറ്റി കൊടുത്തു. കൺഫ്യൂഷൻ ആയല്ലോ. അത് മാത്രമല്ല, ലെൻസ് ക്ലീനറും കൊടുത്തോണ്ട് അവളോട് ചോദിച്ചു നോക്ക്. പച്ച കള്ളോ പറയുന്നത്. വാറണ്ടി പോലും തന്നിട്ടില്ല. ചേട്ടാ, നമുക്ക് വാക്കാണ് വാറണ്ടി. മതിയാക്ക്. നിന്റെ പ്രശ്നം എന്താ? ഞാൻ ജംഗ്ഷനിലുള്ള ബാറിൽ വാട്ടർ പാക്കറ്റ് 4 രൂപക്കാണ് വിൽക്കുന്നത് ചേട്ടാ. ഇവനാണെങ്കിൽ അടുത്തുള്ള ജംഗ്ഷനിൽ വാട്ടർ പാക്കറ്റ് വിൽക്കുന്നത് 2 രൂപയ്ക്കാ. ഞാൻ 4 രൂപയ്ക്ക് 2 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കസ്റ്റമേഴ്സ് ഒക്കെ ഇവന്റെ അടുത്തോട്ട് പോയേട്ടാ. ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയറാ. എനിക്ക് എത്ര പെട്ടെന്നാ മനസ്സിലായത്. നിങ്ങളാണെങ്കിൽ ഈ 3G എന്നും 2G എന്നൊക്കെ പറയുന്നു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തോന്നടേ ഇത്? സാറേ, അതിനു മുമ്പ് ഒരു കാര്യം പറ. നിങ്ങൾ 1 രൂപ കൂട്ടിക്കോ, നിങ്ങൾ 1 രൂപ ഇറക്കിക്കോ. ഓക്കെ അല്ലേ സാർ? അടിപൊളി. ഞാൻ മനസ്സിൽ കണ്ട് നീ മാനത്ത് കണ്ടു. നിങ്ങൾ ശരി ചേട്ടാ. ഇതുപോലെ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഇപ്പൊ സാറിന്റെ തേട്ടറിൽ ഒരാൾ പടം കാണാൻ വരുന്നു. പടം കണ്ടേച്ച് പുറത്തു വന്ന് പടം കൊള്ളത്തില്ല, കാശ് തിരിച്ചു ചോദിച്ചാൽ സാർ കൊടുക്കുവോ? ഡോ, നമ്മുടെ നാട്ടിൽ ആരടാ പണം തിരിച്ചു കൊടുക്കുന്നേ? എന്നെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാടാ? കണ്ടോ ചേട്ടന് ദേഷ്യം വരുന്നേ? അങ്ങനെ ഒരു സംഗതി തന്നെയാണ് ഇത്. ഈ പെണ്ണ് എന്റെ അടുത്തുനിന്ന് ലാപ്ടോപ്പ് വാങ്ങി 6 മാസം അത് ഉപയോഗിച്ചിട്ട് അത് തിരിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് വേണമെന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? കുറവായിട്ടല്ലേ നിങ്ങളുടെ അടുത്തോട്ട് വന്നേ. പക്ഷെ ഇത് സബ്സ്റ്റാൻഡേർഡ് ലാപ്ടോപ്പ് ആയിരുന്നു ചേട്ടാ. I know he's a number 1 fraud. You are number 1 cheat. Excuse You me? know You're develop so my wrong. data. Don't I touch don't my manufacture data. details. I don't like I it. love my You data. shut up. ഞാൻ I കോപ്പി ചെയ്യുന്ന love പറയുന്നത്. everything you can And say. rock is You cooking. shut up. You cheat. I am waiting.
എന്താ സംസാരിക്കുന്നേ? ഒരുമാതിരി ചൈനക്കാർ മലയാളം സംസാരിക്കുന്ന പോലെ. അതുപോലെയാണല്ലോ നിന്റെ ഇംഗ്ലീഷ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ കൊച്ചെനിക്ക് വേണ്ടപ്പെട്ടവളാ. അവൾ 3 ചോദിക്കുന്നു, നീ ആണെങ്കിൽ 2 കൊടുക്കൂ. മര്യാദയ്ക്ക് ചോദിക്കുന്ന പറ, അല്ലെങ്കിൽ ഉണ്ടല്ലേ നിന്റെ എല്ലാം കൂടെ ഞാൻ. ചേട്ടനോടെ തിയേറ്ററിന് ഇൻഷുറൻസ് ഉണ്ടോ? സാബ് ബോൾ രഹി ഹേ തിയേറ്റർ കെ ഇൻഷുറൻസ് ഹേ? എന്തോന്ന്? പ്രോജക്ടറിന് തീ പിടിച്ച എന്താ അവസ്ഥ എന്ന് ചോദിക്കാം. അഗർ സാബ് ബോൾ രഹേ പ്രൊജക്ടർ കോ തീ സു ക്യാ ഹേ? കോൻ? സ്ക്രീൻ കീറി പ്രൊജക്ട് തകർന്ന് തിയേറ്ററിന് തീ പിടിച്ച എന്താ അവസ്ഥ എന്ന് ചോദിക്കാം. ആശാനെ, തിയേറ്റർ മുഴുവൻ കോഞ്ഞാട്ടയായ നിങ്ങളെ മുതലാളി എന്ത് ചെയ്യുന്നു ചോദിച്ചേ? ഇങ്ങോട്ട് നോക്കൂച്ചേ, ഒരുമിച്ച് പഠിച്ചവിടെ കൂട്ടുവിടരുത്. നിനക്കിപ്പോ ആവശ്യം ലാപ്ടോപ്പ്. അടുത്ത തവണ ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോ നിനക്കൊരു കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിത്തരാം. ഒരെണ്ണം എന്റെ ഇരിപ്പുണ്ട്, അതെങ്കിലും തരാം. നമ്മളെല്ലാം സുഹൃത്തുക്കളല്ലേ. ആരാടാ അവളെ സിഗരറ്റ് വലിക്കുന്ന? ഫോൺ എടുത്തേ, പോലീസിനെ വിളിക്കട്ടെ. കോംപ്രമൈസ്. നായകനിലെ ഡയലോഗ് പറഞ്ഞപ്പോഴേ പേടിച്ച് ഓടുന്നുണ്ടോ? ഇവന്റെ അടുത്തേക്കാണ് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നത്. സ്കൂളിൽ മിസ് അന്വേഷിക്കുന്നുണ്ടോ? പടി. യൂഷ്വലായിട്ട് കാൽക്കുലേഷൻ അങ്ങനെ മിസ്സാവാൻ ചാൻസ് ഇല്ല. ആ ലാപ്ടോപ്പ് സത്യത്തിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഓൺ പോലും ആവുന്നില്ല. ഓ, സി, ഇതിനപ്പുറം എനിക്ക് നിന്നോട് വഴക്കൂടാനാവില്ല. എനിക്ക് എന്റെ പൈസ വേണം. നിനക്കത് തരാൻ പറ്റുമോ ഇല്ലയോ? തനിക്ക് കാശാണ് പ്രശ്നമെങ്കിൽ അതിനോട് തുറന്നു പറഞ്ഞൂടായിരുന്നു. എവിടെന്തെങ്കിലും കാശ് കടം വാങ്ങി ഞാൻ എപ്പോഴേ തന്നു തീർത്തനെ. എനിക്ക് വേണ്ടത് എന്റെ പൈസയാ. അപ്പൊ പഠിത്തം കഴിയുമ്പോ ജോലി കിട്ടുമ്പോ സമ്പാദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും. എന്നാ ഞാൻ അങ്ങോട്ട് കാശ് വേണം പോലെ കാശ്. ആ എത്തിയോ? നീ നിന്റെ ലാപ്ടോപ്പ് താഴെയിട്ട് പൊട്ടിച്ചിട്ട് അവനെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? നീ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാ. നിന്റെ പ്രൊജക്ട് കഴിയുന്ന വരെ വേണമെങ്കിൽ എന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തോന്നേ. 2 വർഷം റെന്റ് പോലും തരാതെ നിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചേ. ഇനി ഇതും കൂടെ വേണോ? ലൈഫ് ലോങ് എന്നെ ഒരു കടക്കാരിയാക്കല്ലേ പ്ലീസ്. എടാ, നിയമസഭയിൽ CCTV വെക്കണോ അത്ര? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. 55 മുകളിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അനുയോജ്യമായ അധ്യാപകരും കൃത്യമായ ജോലിക്കാരുമില്ലാത്തതിനാൽ AICP കണ്ടുപിടിച്ച ഒരു തെറ്റായ അന്വേഷണം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു ഡീൻ, ME MTech സ്റ്റാഫ് ഉണ്ടായിരിക്കണം. 2 പേർക്കൊരു കമ്പ്യൂട്ടർ, 100 പേർക്കൊരു ടോയ്ലറ്റ്. ഇതിലൊരു റൂള് പോലും അവരാരും ഫോളോ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള കോളേജുകൾ കഴിവുകെട്ട എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുമെന്നതിനാലാണ് തൊഴിലില്ലായ്മ വളരെയധികം കൂടി വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ശരിയാകുന്നതുവരെ എല്ലാ കോളേജുകളും താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു. കൊള്ളാം അല്ലേ? പാകിസ്ഥാന്റെ അടുത്ത് 10 ഏക്കർ സ്ഥലം വാങ്ങിച്ച് കുറ്റിക്കാട്ടിൽ ബിൽഡിംഗ് പണിത് നമിതേനെ കൊണ്ടുവന്ന എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് വിശ്വസിപ്പിച്ചില്ലേ? എല്ലാത്തിനും മിനിസ്റ്റർ കൊടുത്തു പണി. സൂപ്പർ അല്ലേ? പോടാ, സൂപ്പിക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. പ്രശ്നം മുഴുവനും സ്റ്റുഡൻസിനല്ലേ ഉണ്ടാവുന്നേ. പാവം, കാശെല്ലാം അടച്ചു തീർത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിൽ നിന്ന് കരയുള്ളൂ. ലോറി കയറിയ തവളയെ പോലെ ചതഞ്ഞെറിഞ്ഞ് ജീവിതം പാഴാകുള്ളൂ സ്റ്റുഡൻസിന്റെ. പണി കഴിഞ്ഞു, വാ പോവാം നമുക്ക്. അല്ല, ഗവൺമെന്റ് വഴിക്ക് തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ 55 കോളേജുകളും കൂട്ടിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് സാർ ചിന്തിച്ചിട്ടുണ്ടോ? സാറേ, ക്യാമറ 1 വ്യൂ റെഡിയാണ്, 2 റെഡിയാണ്. നന്നായിട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കണ്ടു, നല്ലോണം കണ്ടു. നീ പറയുന്നതും ഞാൻ കേട്ടു. അയാൾക്ക് പ്രത്യേക ജോലിയില്ലെന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമെന്നും കോളേജ് സ്റ്റുഡന്റിനെ നടുറോട്ടി നിർത്തുന്നൊക്കെയല്ലേ പറഞ്ഞു. നല്ലതല്ലേ സാറേ? ഇതിനെപ്പറ്റി നിനക്ക് എന്തോന്നറിയാം? വന്ന ജോലി കഴിഞ്ഞിട്ട് പോകാൻ നോക്കണം, മനസ്സിലായ? ആളും തരം നോക്കി വേണം കളിക്കാൻ. ഓക്കോ സാറേ, ഞാൻ ജോലി ചെയ്ത കാശ് അത് ആശ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു ഞാൻ? ആദ്യം നീ ന്യൂസ് നോക്ക്. നമ്മുടെ കോളേജും കൂടെ ചേർത്ത് 55 കോളേജിന്റെ അപ്രൂവല ക്യാൻസൽ ചെയ്തേക്കണത്. ഒരു ഫെസിലിറ്റീസും മര്യാദക്കില്ലെന്ന്. അതുകൊണ്ടാണ് എല്ലാം ക്ലോസ് ചെയ്തെന്ന് പറയുന്നത്.
എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഴുവനായും അടച്ചുപൂട്ടിയതിനാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിദ്യാർത്ഥികളാകെ ആശങ്കയിലാണ്ടിരിക്കുകയാണ്. ഇനി അവരെന്താ ചെയ്യാ? പിന്നെയും കൗൺസിലിംഗ് വെക്കും. നാട്ടിലിനി ഏത് കോളേജിലെ വേക്കൻസി ഉള്ളതെന്ന് നോക്കും. ചിലപ്പോൾ എനിക്ക് കന്യാകുമാരി കിട്ടും, നിനക്ക് കോഴിക്കോടും കിട്ടും. എന്തിനാടാ കരയുന്നത്? മനോഹർ, ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചു. നമ്മുടെ മോനും 10 കാശ് സമ്പാദിച്ച് നമുക്കൊരു താങ്ങായി മാറുമെന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അയ്യോ കരയാതെ. ഞാൻ പറയുന്നത് കരയില്ല. ഇങ്ങനെ നിന്റെ കഷ്ടപ്പാട് ഒരിക്കലും വെറുതെ ആവില്ല. മനോഹർ പറയുന്നേക്ക് കരയാതെ. ഗവൺമെന്റ് നമ്മളെ കൈവിടില്ല. ചേട്ടാ മണിയേട്ടാ ഇങ്ങോട്ട് വാ. സാറേ, റിച്ചി സ്ട്രീറ്റിൽ നിന്ന് ശക്തി സാർ വന്നു എന്നൊന്ന് പറയോ? എന്തോന്ന്? സാറ് പറയും. സാർ ഇല്ല, ഒന്നും പറഞ്ഞില്ല സാറേ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നിനക്ക് ഞാൻ ചുമ്മാ ഒരു ഞാൻ പറയുന്നവരെ കാറിൽ നിന്ന് പുറത്തിറങ്ങണ്ട. അനിയ 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 നിന്നെയാ. എന്ത് ഞാൻ തന്റെ അനിയനാന്നോ? ഒന്ന് പോടാപ്പാ. നിന്നെയല്ലടാ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ. നിന്നെ ഞാനാണോ? ആ നിന്നെ തന്നെയാ. വാ. നിന്റെ യങ് ബ്രദർ വിളിക്കുന്നു. ചെല്ല്. നീ ചുമ്മാ ഇരിക്കും. മന്ത്രി ഉണ്ടോ അകത്ത്? ആ ഉണ്ട് സാറേ. താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവൻ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് കൊടുക്ക്. ഓക്കെ സാർ. എവിടേക്കാ പോകുന്നത്? അല്ല മനസ്സിലായില്ല, ആരെ എങ്ങോട്ടാ? മേഡം, താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവൻ സാറ് ഈ ലഡു ഒന്ന് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വന്നാ ഞാൻ. മുകളിൽ ഇട്ട് കൊടുത്തേക്ക്. ഓ ശരി മേഡം. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാടാ നീ? നമസ്കാരം സാർ. താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവ സാറ് തന്നുവിട്ടാ സാറേ ഇത്. സാറേ, താഴെ CCTV ക്യാമറ ഫിക്സ് ചെയ്ത് ഞങ്ങളാണേ. ഒരു 23,000 രൂപ തരാനുണ്ടേ. ആരും ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഡെയിലി വന്നു പോയി. എന്താടോ ഇത് വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയല്ലോ. അല്ല, അത് നീ ഇത് കൊണ്ടുപോയിട്ട് അയാൾക്ക് തന്നെ കൊടുത്തരും. സാറേ, CCTV ക്യാമറ പേയ്മെന്റ് ഇത് ആദ്യം കൊണ്ട് കൊടുക്കാൻ നോക്കണം. അല്ല, ഓ സ്ഥലം കാലിയാക്ക്. ശരി സാർ. ഈ ലഡു പോരുന്ന ഇനി കൊണ്ടുപോയി കൊടുക്ക്. സാറേ, എത്രയുണ്ടോ? 7 ഉണ്ട് സാറേ. 7? കൊണ്ടുപോയി അയാൾക്ക് തന്നെ കൊടുക്ക്. സാറേ, 23,000 രൂപ തന്നു കഴിഞ്ഞാൽ പറഞ്ഞ മനസ്സിലാവില്ലടോ. എന്തുവാണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? അയാൾക്ക് ഈ ലഡു കൊണ്ട് മതിയാവുന്നില്ല. ലഡുവോ? അതേടാ. ഇപ്പൊ കണ്ടോ സാറേ, അങ്ങനെ ആകെ ദേഷ്യത്തില. ഈ ലഡു പോരെന്നാ പറയുന്നത്. ഇതും പോരെന്നാണോ? അങ്കിളെ, നിങ്ങളെ കണ്ട ഷുഗർ പേഷ്യന്റ് പോലെ ഉണ്ട്. അയാൾ കഴിച്ച് മരിക്കട്ടെ ഇട്ടോളൂ. ഈട ഇന്ത്യയിൽ ഇതൊക്കെ സർവ്വസാധാരണോടാ. ഇതൊക്കെ നിന്നോട് നിന്നെ പറയുന്നത്. മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോടാ. 7 ലഡുവേ തന്നുള്ളൂ. പറഞ്ഞു 10 ലഡു മേടിച്ചു. കാണാൻ ഭരത് ഗോപിയെ പോലെ ഉണ്ടല്ലോ. ലഡു ഭയങ്കര ഇഷ്ടമാ. എന്റെ ഫാമിലിയിലുള്ളവർക്ക് ദേവസ്ഥാനത്തിൽ എല്ലാവരും അറിയാം. ഓക്കെ, അടുത്ത പ്രാവശ്യം പോയാൽ ലൈൻ നിൽക്കാതെ സ്വാമിയെ കാണാം. പക്ഷെ ഞങ്ങളുടെ കാശ് സാറ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് തരുള്ളൂ. ഓം നമോ വെങ്കടേശായ നമ. ഓം നമോ ശ്രീനിവാസായ നമ. വെങ്കടാചലപതിയെ ഹരിഗോവിന്ദം ഗോവിന്ദം ഗോവിന്ദ ഗോവിന്ദ. വിദ്യാർത്ഥികളുടെ പഠിത്തത്തെ ബാധിക്കുമെന്നതിനാൽ പൂട്ടിയിട്ട എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് 2 മാസത്തെ സാവകാശം തരുന്നു. ഈ കാലയളവിനുള്ളിൽ പൂട്ടിയിട്ട കോളേജുകളിലെ അറ്റകുറ്റപ്പണികൾ തീർത്തില്ല എങ്കിൽ ഗവൺമെന്റ് അതാത് കോളേജുകളിലെ ലൈസൻസ് എന്നേക്കുമായി റദ്ദാക്കുന്നതായിരിക്കും. ആദ്യം നിന്റെ മെയിൽ ഓപ്പൺ ചെയ്തേ. എന്തോറ്റി? നീ ചെയ്യേ. ഇത്രയും വേഗം ഇങ്ങനൊരു ഓർഡർ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അടിപൊളിയല്ലേ? യാ സാറേ, ഇതിനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ ഫോണിൽ ഒരു ചെറിയ നോബ് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഫോൺ ദൂരേക്ക് വലിച്ചെറിയും. സെൽഫി എടുക്കുന്ന സമയത്ത് ക്യാമറ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഫോൺ മൊത്തത്തിൽ വേസ്റ്റാണ്. ഉദാഹരണത്തിന് ഒരു കാർ എടുക്കാം. ടയർ പഞ്ചറായ കാർ വേണ്ടെന്ന് വെക്കും നമ്മൾ? ഒരിക്കലും ഇല്ല. സ്റ്റെപ്പിന് മാറുന്നു, പഞ്ചർ ഒട്ടിക്കുന്നു,
കാർ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു. ഈ കോൺസെപ്റ്റ് എന്തുകൊണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫോണിൽ ഉപയോഗിച്ചുകൂടാന്ന് ഞാൻ ആലോചിച്ചു. ആ ഒരു ചിന്തയിലൂടെ വന്നതാണ് ഇങ്ങനെ ഒരു ഉപായം. ഇതിനു മുമ്പ് ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു സാധാരണ ഫോൺ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലൊരുത്തൻ 50,000 രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിച്ചുകൊണ്ട് വരും. അവൻ മാത്രം ഈ ഫോൺ മേടിക്കും എന്നുള്ള വാശയിൽ EMI മേടിക്കാന്ന് വെച്ചൊരു കടയിലോട്ട് പോകും. 700 ഡോക്യുമെന്റ്സ് ചോദിക്കും. അതിൽ 2 പോലും നമ്മളെടുത്തുണ്ടാവില്ല. എവിടുന്ന് ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അവന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ച് തേച്ച് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുമോ? ഫോൺ താഴെ വീണ പൊട്ടിപ്പോകുന്നുള്ള പേടിയിൽ ഗ്യാരണ്ടി, വാറണ്ടി, സ്ക്രാച്ച് കാർഡ്, സ്ക്രീൻ കാർഡ് എല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്താലും 4 ദിവസത്തിനുള്ളിൽ ആ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് വീഴും. അയ്യോ എന്റെ കീപാഡ് പോയെന്ന് പറഞ്ഞ് കടയിലോട്ട് പോയാ നമ്മളെ കുടുംബം വിൽക്കേണ്ടി വരും. വാറണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ലല്ല മാനുവൽ ഡിഫോൾട്ട് കവർ ആവില്ലെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പുതിയ ഫോൺ വാങ്ങിപ്പിക്കും. ഇതെന്താ ഗേൾ ഫ്രണ്ട് ആണോ മാറ്റിക്കൊണ്ടേയിരിക്കാൻ? അമ്മയെ പോലെ സാറേ, അമ്മയെ മാറ്റാൻ പറ്റുമോ? അതുപോലെ സാറേ ഞങ്ങളുടെ ഫോണും. ഞങ്ങളുടെ ഒരു കീപാഡ് പോയ 200 രൂപ കൊണ്ട് മാറ്റാൻ പറ്റും. ക്യാമറ പോയാലോ വെറും 500 രൂപ മാത്രം മതി. ഏത് പാർട്ട് പോയാലും പുതിയതായിട്ട് അസംബിൾ ചെയ്യാം. ഇനി എത്ര ദിവസം എന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ചൈന, ഡിസൈൻഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ വാങ്ങിക്കുക. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഫേസ്ബുക്കിൽ ഇട്ടോടനെ നമ്മൾ ലൈക്ക് ചെയ്യുന്നില്ലേ? ഞങ്ങൾക്കൊരു ചാൻസ് തന്നു നോക്ക് സാറേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു. ഈ ഫോണിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് പേരക്ക എന്നാണ്. ഓപ്ഷനായിട്ട് ഈന്തപ്പഴം. പേരക്ക പേരക്ക എന്ന് പറയടാ. ആപ്പിൾ റീച്ച് ആയതിനേക്കാളും നമ്മുടെ പേരക്ക റീച്ചായി ഒരുപാട് വലുതാകും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊല്യൂഷൻ. എല്ലാ ഇലക്ട്രോണിക് ഐറ്റവും കുട്ടിച്ചോറ് തന്നെയാ. നമ്മുടെ നാട് നശിപ്പിച്ചോണ്ടിരിക്കുക. അത് നമ്മുടെ ഈ പ്രോജക്ട് മൂലം എല്ലാം മാറുമെന്ന് ഉറപ്പാ. മിസ്റ്റർ ശക്തി, യെസ് മാഡം. ഞങ്ങൾ 6 പേർക്ക് ഇത് ഓക്കെയാ. പക്ഷെ 7ാമതായി പ്രധാനപ്പെട്ട ഒരു പാർട്ണർ ഉണ്ട്. അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ യു ക്യാൻ പ്രൊസീഡ്. ആരാണ് ആ 7ാം ഇന്ദ്രിയം? പേരക്ക ബ്രാൻഡ് അംബാസഡറായിട്ട് നമുക്ക് അരിശ്രേഷനെ വിളിച്ചാലോ? ആ സൂപ്പർ. 50,000 അഡ്വാൻസ് ആയിട്ട് തരുവാടാ. പിന്നെ തരാതെ. ഇങ്ങ് തരൂ. ഇതാണോ നിങ്ങൾ പറഞ്ഞ പേരയ്ക്ക? യെസ് സർ. ഇവരെന്നോടെല്ലാം പറഞ്ഞായിരുന്നു. ഐ ലൈക്ക് യുവർ കോൺസെപ്റ്റ്. ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം ഇപ്പോൾ അഡ്വാൻസ് തരും. ഓക്കെ? 5 ലക്ഷം മാത്രം അഡ്വാൻസ് തരുന്നോ? ഓക്കെ സാറേ, അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷേ ആദ്യം 1000 ഫോണിനുള്ള ഓർഡർ തരൂ. ലോഞ്ച് ചെയ്തിട്ട് പബ്ലിക്കിന്റെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് പിന്നീട് കൂടുതലായിട്ട് ഓർഡർ തരാം. കറുത്ത മുത്തല് ബാലചന്ദ്രനേക്കാളും നല്ലവനാണല്ലോ സാറ്. താങ്ക് യു സർ, താങ്ക് യു. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഡ്വാൻസ് റെഡിയാ. സർ സർ എന്തോന്നാ? ജസ്റ്റ് ഗിവ് മീ 2 minutes. ഐ വിൽ ഷോ യു സംതിങ്. ഇവരുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിയാൽ ചപ്പാത്തി പലകകൾ ഫ്രീ. സത്യമാണ്. ഇവരുടെ കയ്യിൽ നിന്ന് 6 മാസം മുൻപേ വാങ്ങിയ ലാപ്ടോപ്പ് ഇപ്പൊ ഞാൻ ചപ്പാത്തി വറുത്ത മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിന് മാത്രമേ ഇത് യൂസ് ആവുള്ളൂ. ഈ ലാപ്ടോപ്പിൽ ചപ്പാത്തി വറുത്തിയാൽ കട്ടി കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വൈറസ് ഇല്ലാത്ത നല്ല ശുദ്ധമായ ചപ്പാത്തി കഴിക്കാം. ഈ ഓഫർ ഒരാഴ്ചത്തേക്ക് മാത്രം. മിസ് ചെയ്തേക്കല്ലേ, പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ ഫാക്ടറി എവിടെയാണെന്നാ പറഞ്ഞേ? സർ റിച്ചി സ്ട്രീറ്റിലാണ്. ഒരു പ്രാവശ്യം ലാപ്ടോപ്പ് കൊടുത്തപ്പോ കൂടെ ഒരു ചപ്പാത്തി പലകം കൊടുത്തായിരുന്നോ? ഈ പ്രാവശ്യം ഈ ഫോൺ തരുമ്പോ ഒരു പുട്ടൂറ്റി കൂടെ തരുമായിരിക്കും അല്ലേടാ? തരില്ല സാർ. എന്തേ? അതിന് പകരം താനുണ്ടല്ലോ. എന്റെ പോലീസ് വേണ്ട പറയുന്നേക്ക് ഒന്നും ചെയ്യരുത്. എടാ ശക്തി, നിനക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്നാലും വല്ലതും സംഭവിക്കുന്നൊരു പേടി. എടാ ശക്തി. ഹലോ അളിയ, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ആരെങ്കിലും അറിയോ? 2 പേര് ക്രിമിനൽ കേസിൽ അറസ്റ്റ് ആവുമെന്ന് പറഞ്ഞേര്. നിനക്കെന്താ ഇവിടെ കാര്യം? ലാപ്ടോപ്പിന്റെ മേലെ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നാടി. കഷ്ടപ്പെട്ട് ഓടി നടന്ന് 4 മാസം കൊണ്ട് ഒരു ഫോൺ ഡിസൈൻ ചെയ്ത് എടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളടി. എന്നിട്ട് കാര്യമുണ്ടോ? അത് ഓക്കെ പറഞ്ഞ അവർ അഡ്വാൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോ എല്ലാം നശിപ്പിച്ചില്ലേ നീയോ എന്നെ നാണം കെടുത്തില്ലേ? ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആരാ? നീയാ. ഞാനോ? ഡ്യൂപ്ലിക്കേറ്റ് ലാപ്ടോപ്പ് ഇട്ടിട്ട് ഫ്രോഡ്. താര എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചോദിച്ചു നോക്ക്. ഞാനാ ടോപ്പർ. പക്ഷെ 23,000 രൂപ ഫീസ് കിട്ടാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെടുക. ഒരു ലാപ്ടോപ്പിന് വേണ്ടി എല്ലാം മറന്ന് നിന്റെ അടുത്ത് വന്ന് പെട്ടുപോയില്ലേ ഞാന്? അതേടി, ദൈവം അറിഞ്ഞോണ്ട് ചെയ്താ. നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ പറ്റിയ ആളെന്ന് പറഞ്ഞ് ദൈവം എന്റെ അടുത്ത് അയച്ചത്. നിന്റെ പേരിൽ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ എന്ന് വെച്ചോ, നിന്നെ ജയിലിട്ട് അവർ ചവിട്ടി കൂട്ടും. ഞാനും കേസ് കൊടുക്കുമല്ലോ. ലാപ്ടോപ്പ് വാങ്ങുമ്പോ അതിന്റെ കവറിന്റെ പുറത്ത് ഹാൻഡിൽ വിത്ത് കെയർ എഴുതിയിട്ടുണ്ട്. നീ ലാപ്ടോപ്പ് താഴെ ഇട്ടാണെന്ന് ഞാനും വാദിക്കും. നീ ഒരുത്ത് കാരണം എന്റെ ലൈഫാണ് ഇല്ലാതായത്. ഇപ്പൊ പേരക്ക പ്രോജക്ട് ആപ്പിളിനെ എപ്പോഴും തോപ്പിച്ചിട്ടുണ്ടാവും. കണ്ട കള്ളന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ലാപ്ടോപ്പ് വാങ്ങിയിട്ട്
പുറത്തു പോടാ. ഞാൻ അങ്ങനെ പോവില്ല. ഐ വാണ്ട് ജസ്റ്റിസ്. ആ MD കൊന്തിന് ഫോൺ ചെയ്ത് ഫേസ്ബുക്കിൽ ഞാൻ വെറുതെ എഴുതിയത് ശ്രീശക്തി നല്ല ടാലന്റഡ് ആണെന്ന് പറ. ചെയ്യാം. കമ്മീഷണറെ ഫോൺ ചെയ്ത് നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? എന്റെ ഫോൺ എടുത്ത ഫോൺ തരാനാ പറഞ്ഞ. കളിക്കില്ല. അയ്യോ എന്റെ അടുത്ത് മനസ്സില. അയ്യോ എല്ലാം പോയി. എന്തോന്ന്? നൈട്രസ് ഓക്സൈഡ് എന്ന് വെച്ചാ നിത്യ പ്രോജക്റ്റിന് വേണ്ടി വെച്ചിരുന്നതാ. ലോഫിംഗ് ഗ്യാസ്. ചിരിച്ചു ചത്തു. എന്ത് സുഖല്ലേ. ചിരിക്കുവാണോ കരയുവാണോ? എന്റെ കുടുംബത്തിൽ ആരും ജയിലിൽ പോയിട്ടില്ലടാ. നീ ഒരു ഫ്രോഡാണ്. അയ്യോ എനിക്ക് ചിരിച്ചിരിച്ച് ചാവും. എന്തുവാണ് ഇതൊക്കെ? അയ്യോ ഫോണിങ്ങനെ ഞെക്കിയപ്പോ സ്വിച്ച്. എന്തുവാണ് അവിടെ കാണിക്കുന്നത്? എനിക്കൊന്നും കാണുന്നില്ല. എന്നെ അകത്തേ കൊണ്ടുപോണോ? നീ നോക്കിക്കോ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നശിച്ചു പോ. നീ നശിച്ചു പോടാ വിശ്വാസം. ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. നിന്നെ പോലെ ഒരു കള്ളനെ ഞാൻ കണ്ടിട്ടില്ലടാ. പോടാ പോടാ. അയ്യോ പോയി ചാവടി. നീ ഒരിക്കലും നന്നാവത്തില്ലടി. കാലമാണ് ഇവിടെ ഒരു കാര്യം. ഇവള് കാന്റെ ഫോൺ വട്ടായോ? നാളെയോ? അയ്യോ ശക്തി, നാളെ വരുന്ന കാര്യം നടക്കില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെയാണ്. മര്യാദക്ക് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നെ പോലെ നന്നായിട്ട് ജീവിക്കായിരുന്നല്ലോ. ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ ഈ അവസ്ഥയിലായല്ലേ. നീ ഗൂഗിളല്ലേ? സുഖമാണോടെ? എന്താ ചോദിച്ചേ? എന്തിനാ ഡിസ്കണ്ടിന്യൂ ചെയ്തെന്നോ? എഞ്ചിനീയറിംഗ് പഠിച്ച ഫ്യൂച്ചർ ഭയങ്കരമായിരിക്കും ആരോ പറയുന്നത് കേട്ട് കയ്യിലുള്ള കാശൊക്കെ അരിച്ചു പെറുക്കി വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോളേജിലേക്ക് എന്തിനാ പഠിക്കുന്നതെന്ന് പോലും അറിയാത്തൊരു കോഴ്സ്. 4 കൊല്ലം കാലത്ത് 5:30 മണിക്ക് അടിച്ച് പിടിച്ച് പല്ല് പോലും തേക്കാതെ എഴുന്നേക്കണം. കാരണം 6 മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണ്ടേ. കോളേജ് ബസ്സിന് പൈസ കെട്ടിയിട്ടുണ്ടാവും. അടുത്തൊരു സുന്ദരി പെണ്ണ് വന്ന് നിന്നാലും മിണ്ടാൻ പറ്റൂല. കാരണം പെണ്ണുങ്ങളെടുത്ത് മിണ്ടിയ പാവല്ലേ, ഫൈൻ ഇട്ട് കളയും. ലീവ് എടുത്ത ഫൈന്, ലേറ്റ് ആയിട്ട് പോയ ഫൈന്, ID കാർഡ് ഇട്ടില്ലേ ഫൈന്, എന്തിന് മുടി വെട്ടില്ലേ പോലും ഫൈനാ. മുടിക്ക് എന്തോന്ന് ഫൈനാ? ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കാന്ന് വെച്ചാലോ ആരാ വന്ന് ക്ലാസ് എടുക്കുന്നത്? കഴിഞ്ഞ കൊല്ലം നമുക്ക് മുമ്പേ പഠിച്ചിട്ട് പോയവൻ നല്ല ജോലി കിട്ടുന്നത് വരെ ടീച്ചറായിട്ട് വരും. ഒന്നും മനസ്സിലാവില്ല. M1 M2 എന്ന് എല്ലാ മാത്സ് പേപ്പറും അരിയറും. എന്നാൽ MG യൂണിവേഴ്സിറ്റിയിൽ റീവാലുവേഷൻ ഇട്ട് അപ്ലൈ ചെയ്ത് ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ റീവാലുവേഷന്റെ കാശിന് വേണ്ടിയെന്ന് പിന്നീടല്ലേ മനസ്സിലാവുക. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രോജക്ട് കാശും കൊടുത്ത് വാങ്ങിച്ച് ക്യാമ്പസ് ഇന്റർവ്യൂവിന് പോയിട്ട് മെക്കാനിക്കൽ പഠിച്ചവനും പോളിമർ പഠിച്ചവനും EC പഠിച്ചവനും അവസാനം എവിടെയാ ജോലി ചെയ്യുന്നത്? TCS CTS. നിങ്ങൾ എന്നെ ഇൻഫോസിസ് ആണോ? എന്താ പറഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്നോ? അതെന്റെ കടയാ, ഞാനാണ് ഓണർ. ഞാൻ എപ്പോ ജോലി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. HR ഒന്നുമില്ല. ഐ ആം ഡിസിഷൻ മേക്കർ. വിഷുവിനും ഓണത്തിനൊക്കെ നീ എന്താ ചെയ്യാ? ലീവ് എടുക്കുമായിരിക്കും അല്ലേ? എനിക്കത് ഹോളിഡേയാ. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കും. പക്ഷെ നിന്റെ ഹോളിഡേ അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാളെ നിന്റെ ജോലി നിർത്തുന്നുവെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? കാരണം നീ ഒരു ലേബർ, ഞാൻ ഓണർ, അവനും ഒരു ഓണർ. ടേക്ക് കെയർ ബഡി. ബൈ. അവനൊരു സെന്റിന്റെ ബോട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞിട്ടേക്ക് പോടാടുന്നു. എടാ 23,000 രൂപയല്ലേ പോട്ടെന്ന്. ഞാൻ ജോലി ചെയ്ത കാശ് ഞാൻ വാങ്ങിച്ച അടങ്ങും. നിമിണ്ടാരി അനിയ, നിങ്ങളില്ലാത്ത നേരം നോക്കി ആ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന പയ്യൻ എന്തിനാ ഇവിടെ വരുന്നത്? അവൻ എപ്പോഴും മോളിൽ പോയി ചേട്ടനെ ശല്യം ചെയ്യാ. ഞാൻ എനിക്കെന്തോ അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അവനെ ഒന്ന് താക്കീത് ചെയ്ത് വെക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. മീറ്റിംഗിലാ. എന്താ ആന്റി, തീർന്നോ? വീണ്ടും എന്നോട് 5 ലക്ഷം ചോദിക്കും. ഇനിയോ? അതെ. എന്നാ ഇന്ന് തീരും. ഓ ശരി. നിനക്കറിയാടാ, നിന്റെ കൂടെ വന്ന് ഇവരൊക്കെ കുടുംബക്കാരെ പോലെയായി. പ്രൈമറി സ്കൂൾ തുടങ്ങാൻ പെർമിഷൻ ചോദിച്ചിരിക്കുക. എത്രയെന്നറിയോ? 50 ലക്ഷം രൂപ. ഇവരിങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാ നമ്മൾ LKG സീറ്റ് ചോദിക്കുമ്പോൾ ആലുവേല വീട് എഴുതി വാങ്ങിക്കുന്നത്. ഇവനില്ലേ HRS കോളേജിന്റെ ഓണറാ. ചെക്കനും പെണ്ണും സംസാരിക്കരുത്, സ്റ്റെപ്സിൽ ഒന്നിച്ച് നടക്കാൻ പാടില്ല, ബസ്സിൽ ഒന്നിച്ചിരിക്കരുതെന്ന് പറഞ്ഞ് റൂൾസ് കൊണ്ടുവന്നത്. ഫോളോ ചെയ്യാത്ത പയ്യന്മാരെ കൈകാര്യം ചെയ്തു. അതിലൊരു പയ്യൻ സൂസൈഡും ചെയ്തു. അതൊളിക്കാൻ 2 കോടി രൂപ കൈക്കൂലി. ഇത്രയൊക്കെ വാങ്ങുന്ന ആളല്ലേ, എന്തിനാ ഒരു 23,000 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത് ഇത്രയും മസിൽ പിടിക്കുന്നത്? അതെ, CCTV. നിങ്ങളെ ചേട്ടൻ വിളിക്കുന്നു, അകത്തേക്ക് വാ.
ശരി. ഡാ ആരോട് ചോദിച്ചിട്ടാ മുകളിൽ പോയി മന്ത്രിയെ കണ്ടേ? അല്ല അത് പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്ത് നിങ്ങൾ അതുകൊണ്ട്? എടുക്കുന്നില്ല. അല്ല സാറേ, ഞങ്ങൾ ലഡ്ഡു കൊടുക്കാൻ വേണ്ടി പോയതാ. അതൊന്നും അല്ല, കാരണം ഞങ്ങൾ ജോലി ചെയ്ത കാശ് ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി എന്ത് വന്നതാ. ജോലിയാ ചെയ്തേ? അന്ന് ഞങ്ങൾ CCTV ക്യാമറ ഫിക്സ് ചെയ്തില്ലേ എപ്പോ? കഴിഞ്ഞ ആഴ്ച. ബില്ല് ഞങ്ങൾ തന്നതാണല്ലോ. ശരി, അടുത്ത ആഴ്ച ഒന്ന് വാങ്ങിച്ചോ. എന്റെ കാശ് എനിക്കിപ്പോ വേണം. ഡാ, ഇപ്പൊ വേണോ അല്ലേ? ആ വേണം. തന്നേക്ക. ഹലോ അമ്മാവ, ഞാനാ സംസാരിക്കുന്നേ. ഇപ്പൊ പാർലമെന്റിലാണെന്നോ? വളരെ നല്ല കാര്യം. പിന്നെ അമ്മാവ ചെറിയൊരു പ്രശ്നമുണ്ട്. മറ്റേ CC. ഓ നേരത്തെ അനിയ നിങ്ങൾ ഇപ്പൊ പോക്കോ, പിന്നെ ഒന്ന് കാണാം. പറയുന്ന കേക്ക്. അയ്യോ, പാർലമെന്റ് പാസ്സായിരുന്നു. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് അന്ന് വെച്ച CCTV യുടെ. ശരി, ഞാൻ അവരോട് പറഞ്ഞോളാം. ശരി അമ്മാവ. ഡേയ്, പാർലമെന്റിലെ ബില്ല് പാസ്സായി. അവിടെ ചെന്ന് വാങ്ങാൻ പറഞ്ഞു. അമ്മാവ അവിടെ ഉണ്ട്, ഓടിച്ചെല്ല്. ചെല്ലടാ, പോടാ, പോ. നിങ്ങളെ കാത്ത് അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാ. ചെന്ന് വാങ്ങിച്ചോ. പാർലമെന്റിലോട്ടെ ചെല്ല്. നീ ടെൻഷൻ ആവല്ലേ, പറയുന്ന കേക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. എടാ എന്റെ ബൈക്ക് എവിടെ? എന്റെ ബൈക്ക് കാണുന്നില്ലടാ. ബൈക്ക് ഉണ്ടായിരുന്നു, ബ്ലാക്ക് കളർ. ബൈക്കോ? ഞാൻ കണ്ടില്ലല്ലോ. എടാ നീ കണ്ടായിരുന്നോടാ? സാറേ, ഇവിടെ നിർത്തിയത് ബ്ലാക്ക് കളർ. ഇല്ല ഞങ്ങൾ അവര് തന്നെ ബൈക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പൊക്കോ, ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എന്റെ ബൈക്ക് നിങ്ങൾ വല്ല എന്റെ ബൈക്കില്ലാതെ ഞാനെങ്ങനെ ഞാൻ വാങ്ങിച്ചു തന്നോളാം ബൈക്ക്. എടേ, നീ എന്നും ഇതുവരെ പോയില്ലേ? ഡൽഹി ഫ്ലൈറ്റ് വെയിറ്റിംഗ്. പാർലമെന്റ് ചെല്ല് ചെല്ല് ചെല്ല്. അവന്മാർക്കൊരു പണി കൊടുക്കണോടാ. വെറും 23,000 രൂപയല്ലേ പറ്റിച്ചത്. ഒരു 50,000 പണി കൊടുക്കണം. ഇനി എന്താടാ ചെയ്യുന്നത്? കാർ അങ്ങ് കത്തിച്ചാലോ? കാറിന് ഇൻഷുറൻസ് ഉണ്ടാവും. പുതിയ കാർ വീണ്ടും വാങ്ങും. അപ്പൊ അവനെ തന്നെ ഞാൻ കത്തിക്കാം. എന്തിനാ? ജയിലിലേക്ക് പോകാൻ വേണ്ടിയോ? അറ്റ്ലീസ്റ്റ് അവൻ ഒരു രാത്രിയെങ്കിലും ഉറക്കരുത്. ശക്തി, എവിടേക്കാ പോകുന്നത്? ഇന്ന് കറസ്പോണ്ടന്റ് ഒന്നും വരില്ല വെച്ചേ. സാറേ, ഡെഡ് ലൈൻ എങ്കിലും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം സാറേ. നീ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. നാളത്തെ എക്സാമിന് ഇന്നാണ് എക്സ്റ്റൻഷൻ വന്ന് ചോദിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റില്ല. സാർ, വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിഗ്രി ഹോൾഡ് ചെയ്തോ സാർ. ഞാൻ പൈസ അടച്ചിട്ട് തന്നാൽ മതി സാറേ. അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല. പൈസ അടച്ചാലേ ഹോൾ ടിക്കറ്റ് കിട്ടുള്ളൂ. സാർ എന്താ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞൊഴിയുന്നേ? ഈ എക്സ്ട്രാ ഫീസ് എന്തിനാന്ന് പോലും അറിയാതെ കൊടുക്കണോ ഞങ്ങള്? ഞങ്ങൾ മാത്രമേ 25,000 രൂപ വാങ്ങുന്നുള്ളൂ. മറ്റുള്ള കോളേജിലൊക്കെ 35,000 രൂപയാണ് വാങ്ങുന്നത്. മനസ്സിലായിക്കോളൂ. അന്ന് ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് ആള് വന്ന് കോളേജ് മുഴുവൻ സീൽ ചെയ്തപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കായിരുന്നില്ലല്ലോ. കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് കോളേജ് പഠിക്കലിരുന്ന് സമരം ചെയ്തില്ലേ? കമ്പ്യൂട്ടറൊക്കെ നശിപ്പിച്ചു, കല്ലെറിഞ്ഞ് ചില്ലൊക്കെ പൊട്ടിക്കുകയും ചെയ്തു. സാറേ, അതൊന്നും ചെയ്തത് ഞങ്ങളല്ല. ചെയ്തത് ആരാന്ന് കണ്ടുപിടിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചോന്നേ. എന്തുവാ? ഇനി ഞങ്ങൾ പോലീസിന്റെ പണി നോക്കണോ? നാളെ എക്സാം തുടങ്ങുന്നത് വരെ മാത്രമേ സമയമുള്ളൂ. ഒരുപാട് സംസാരിച്ചാൽ നിങ്ങൾ രണ്ടിനെയും ഡീബാർ ചെയ്ത് കളയും. എന്തിനാ സാർ ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ ചൂടാവുന്നത്? ആരോ ചെയ്ത കുറ്റത്തിന് ഞങ്ങളെ എന്തിനാ ഡീബാർ ചെയ്യുന്നത്? ആഹാ, നിങ്ങൾ രണ്ടുപേരെയും കാർ പാർക്കിന്റെ അടുത്ത് വെച്ച് മോശമായ രീതിയിൽ കണ്ടുവന്ന് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അത് മതി നിങ്ങളെ രണ്ടുപേരെയും ഡീബാർ ചെയ്യാൻ. ഒന്ന് പോടാ. മനസാക്ഷി ഇല്ലാത്തവന്മാര് ഡസൻ കണക്കിന് പൈസ മാത്രം വാങ്ങി കുത്തി നിറയ്ക്കുക. പെട്ടെന്ന് 25,000 രൂപ കൊടുക്കണം, ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് തരാൻ പറ്റില്ലെന്ന് അവന്മാര് പറയുന്നത്. എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക സാറേ. ഏത് കോളേജാ? താര എഞ്ചിനീയറിംഗ് കോളേജ്. നാട്ടിൽ അച്ഛൻ കടം വാങ്ങിച്ച് പച്ചക്കറി കട നടത്തുക സാറേ. എത്രയാന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക. ഞാൻ കോളേജെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച കഴിഞ്ഞിട്ടില്ല സാറേ. നെഞ്ചി പൊട്ടുക സാറേ. അത് പിന്നെ സാർ, ഒരു കോൾ ചെയ്യണം. സാറിന്റെ ഫോണൊന്ന് തരുമോ? ഹലോ ഹലോ അച്ഛാ, 25,000 രൂപ അടച്ചാലേ നാളെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. എടാ, ഈ 25,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോവാനാ? നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? അച്ഛാ, ഒരേ ഒരു തവണ അച്ഛാ, പ്ലീസ് അച്ഛാ. എടാ, പറയുന്നൊന്ന് മനസ്സിലാക്കടാ. നമ്മളെ പോലുള്ള ആളുകൾക്ക് എന്തിനാടാ ഇത്രയും പഠിത്തം? അതൊക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാടാ. നീ വന്ന് ഈ കടയിലെ ജോലി നോക്ക്. അച്ഛാ, എങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാ പ്ലീസ് അച്ഛാ. പിന്നെ ചോദിച്ചാല് ഞാൻ പറഞ്ഞത് നിനക്ക് തലേ കയറിയില്ലേ? ഫോൺ വെച്ചിട്ട് പോടാ. അച്ഛാ അച്ഛാ അച്ഛാ. താങ്ക് യു സാർ.
ഹലോ മോനെ ഇപ്പൊ ഫോണിൽ സംസാരിച്ചില്ലേ മനോഹർ? അവന്റെ അമ്മയാ സംസാരിക്കുന്നേ. അവന്റെ അച്ഛൻ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാ. കമ്മല് വിറ്റ് നാളെ ആദ്യത്തെ വണ്ടിക്ക് തന്നെ പൈസയും കൊണ്ട് അങ്ങോട്ട് വരുന്നു പറഞ്ഞേക്ക അവനോട്. മനോഹർ അടുത്തുണ്ടെങ്കിൽ അവന്റെ ഒന്ന് ഫോൺ കൊടുക്കാമോ മോനെ? ഞാൻ കൊടുക്കാം. ലൈൻ കാട്ടിയല്ലേ? മനോഹർ, മനോഹർ മോനെ, മോൻ ലൈനിലുണ്ടോ? ഒരു മിനിറ്റ് അമ്മേ, ഞാൻ കൊടുക്കാം. മനോഹർ, വേണ്ട മനോഹർ, വേണ്ട. മനോഹർ, വേണ്ട മനോഹർ, പറഞ്ഞേക്ക് മനോഹർ, നിന്റെ അമ്മ ലൈനുണ്ട്. മനോഹർ വേണ്ട, അക്രമം കാണിക്കരുത്, അതൊന്നും കാണിക്കരുത് മനോഹർ. മനോഹർ പറഞ്ഞേക്ക്, വേണ്ട മനോഹർ, മനോഹർ ചാടരുത്. മനോഹർ, മനോഹർ പറഞ്ഞേക്ക്, മനോഹർ നിന്റെ അമ്മ ലൈനിലുണ്ട്. മനോഹർ, മനോഹർ പറഞ്ഞേക്കടാ. മനോഹർ വേണ്ട, മനോഹർ, മനോഹർ, മനോഹർ വാടാ, താഴെ വീടാ. മനോഹർ, മനോഹർ, ഇതൊക്കെ അവന്റെ അച്ഛനും അമ്മയും അറിഞ്ഞാലുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. മോന്റെ അമ്മയാണ് സംസാരിക്കുന്നത്. മനോഹര, അയ്യോ, ഇതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും? മനോഹര, നീ എന്തിനാണ് അത് ചെയ്തത്? കാശ് കൊണ്ടുതരാൻ ഞാൻ പറഞ്ഞതല്ലേടാ. എല്ലാ കോളേജുകളും താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു. സോറി. താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവൻ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുകൊണ്ടുപോയി കൊടുക്ക്. താര എഞ്ചിനീയറിംഗ് കോളേജ് മാധവ് സാറേ ലഡു തന്നു വിട്ടത്, അതുകൊണ്ട് വന്നു. എന്താണോ ഇത് വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയല്ലോ? ഡസൻ കണക്കിന് പൈസ മാത്രം വാങ്ങി കുത്തി നിറയ്ക്കുക. എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക സാർ. ഏത് കോളേജാണ്? താര എഞ്ചിനീയറിംഗ് കോളേജ്. താര എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചോദിച്ചു നോക്ക്. ഞാനാ ടോപ്പർ. ഫീസ് കിട്ടാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെടുക. എന്താ പേര്? ആശ. 25,000 രൂപയോ? ആ സാർ ഒരു ചെലാൻ വേണം. പിടിക്കേ ഉണ്ടല്ലോ അല്ലേ? ആശേ, നീ എത്രയും പെട്ടെന്ന് കോളേജിലോട്ട് വാ. എന്തിനാ? ശക്തി നിനക്ക് വേണ്ടി ഇപ്പൊ കോളേജ് ഫീസ് അടച്ചിട്ട് പോയതേ ഉള്ളൂ. എന്താ കാര്യം അറിയില്ല. ഞാൻ നിനക്ക് വേണ്ടി കോളേജിൽ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വാ.
യൂബറൊക്കെ വന്നത് പിന്നെ ഓട്ടം കുറഞ്ഞു അല്ലേ? അതെ സാറേ. ആദ്യം മീറ്റർ ഇടായിരുന്നില്ലേ? ഞങ്ങളും സപ്പോർട്ട് ചെയ്തേ. എടാ, എവിടേക്കാ പോകുന്നത്? പറയാം. എവിടേക്കാന്നൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോടാ. ആൻഡപ്പൻ ചേട്ടാ ഇപ്പൊ വന്നേ കേട്ടോ. ആയിക്കോട്ടെ അനിയ. എടാ കണ്ണാടിയിൽ നിന്റെ മോന്ത കാണുമ്പോ പേടിയാവുന്നു. എവിടേക്കാ കൊണ്ടുപോകുന്നത്? മിണ്ടാതിരിക്കടാ. ഇത് ഹൊറർ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന റോഡ് പോലെ ഉണ്ടല്ലോ. അങ്ങോട്ടാടാ പോകുന്നത്? ഡാ അങ്ങോട്ട് നോക്ക്. കോവളം ഗോൾഡൻ ബീച്ച് റിസോർട്ട്സ് ഇതുവരെ തുറന്നിട്ടില്ല. എന്തുവാടാ ഇത്? ബക്ക് ക്യാമറ. ആ ഒരു ക്ലാസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ടാബ്ലറ്റ് ഓൺ ചെയ്തേ. ആരാ നിങ്ങള്? താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുവാ. ശരി, ഇറക്കിറക്ക് വേഗം വേഗം. എടാ ഞാൻ പറഞ്ഞില്ലേ ഇവൻ പാചകക്കാരൻ തന്നെയാ. ഷെഫ് ദാമുവിന്റെ സെക്രട്ടറി. തക്കാളിയാടാ. നീ നിക്ക്. എന്തുവാടാ ചെയ്യുന്നത്? നീ ശരിക്കും നോക്കണം. തക്കാളി കറി ഉണ്ടാക്കാൻ വന്നിരിക്കുക. എടാ കാശ്. നീ കുറച്ചു നേരം ഒന്ന് നിക്ക്. എല്ലാം കൊടുക്കുന്നുണ്ടോ? എല്ലാം കൃത്യമായിട്ട് എണ്ണി നോക്കിയല്ലേ ചേട്ടാ? മോന്ത കാണാൻ പറ്റുന്നില്ലടാ. മേലോട്ട് 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 പോ. എടാ മേലോട്ടാക്കടാ. മേലേക്ക് പോകുന്നില്ല. ബാറ്ററി ലോ ആയി. മുഖം കാണാൻ പറ്റും തോന്നുന്നില്ല. മുഖം കണ്ടെങ്കിലേ കോടതി വിശ്വസിക്കുള്ളൂ. കുടുങ്ങിയടാ. ഹലോ, അത് നിങ്ങളുടെ വീട്ടിലൊരു CCTV ക്യാമറ കണക്ട് ചെയ്തില്ലേ? 23,000 രൂപ തരാനുണ്ട്. നിങ്ങൾ എപ്പോഴാ ഒന്ന് കളക്ട് ചെയ്യേണ്ടത്? ഫോൺ ഒന്ന് പോടാപ്പാ. മറ്റേ കോളേജിൽ നിന്ന് പണം ഉണ്ടല്ലോ, അതും കൂടെ എടുത്ത് കൂടെ ചേർത്ത് വെച്ചേ. ഓക്കെ, സൂക്ഷിക്കണം. 500 കോടിയാ. എന്തുവാടാ ചെയ്യുന്നത്? എന്തിനാ നീ ടെൻഷൻ ആവുന്നത്? നീ ഇത് വായിച്ചു നോക്ക്. പ്രേമ നൈരാശ്യം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ട്രെയിനിന്റെ മുകളിൽ കയറി ആത്മഹത്യ. ഇതിനിപ്പോ എന്താ? ഇവൻ എന്തിനാ ആത്മഹത്യ ചെയ്തെന്നറിയോ? എന്റെ കൺമുന്നിലടാ കത്തിക്കരിഞ്ഞത്. എന്നിട്ട് പ്രണയ നൈരാശ്യം എന്ന് എഴുതിയേക്കുന്നത്. ദേവരാജനോ? ആ, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അഭിനയിച്ച് എല്ലാ കോളേജും പൂട്ടിക്കെട്ടിയിട്ട് മാനേജ്മെന്റിനെ ഭയപ്പെടുത്തി പണം കൊള്ളയടിക്കുക. അവർ എക്സ്ട്രാ ഫീസ് ചാർജ് ചെയ്ത് സ്റ്റുഡൻസിനോട് മേടിച്ച് ഇവരുടെ അണ്ട വന്നിറക്കുന്നത്. ആർക്കും ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ലഡു വെച്ച റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലഡുവോ? ഒരു ലഡു 1 കോടി രൂപയാ. എടാ നമ്മളല്ലടാ അത് 10 ലഡു വിലപേശി വാങ്ങിക്കൊടുത്തത്. അപ്പൊ 10 കോടിയാണോ? അതുകൊണ്ടൊക്കെയാണ് ഈ ചെറുക്കൻ ആത്മഹത്യ ചെയ്ത്. എടാ പെട്ടെന്ന് പോലീസിനോട് CBI ചെന്ന് പറയാടാ. തീർച്ചയായിട്ടും കുടുങ്ങൂടാ. CBIയുടെ അടുത്ത് പോയ പബ്ലിക് ഒരിക്കലും അറിയില്ല. പക്ഷെ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ CBI ഉടനെ തന്നെ അറിയും. വിജയമേന്തിടും കൊടികളൂന്നിടും പതനം പതിയെ മായ്ക്കേ. പുതിയ വഴികളോ തിരയും ഇതുവരെ കലഹം കരുവായി മാറേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാശ്രയ കോളേജ് കോഴ കേസിന്റെ ഭാഗമായി മന്ത്രി ദേവരാജൻ ഉടൻ തന്നെ അറസ്റ്റിലാവാൻ സാധ്യത ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ നേർക്കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ആ വീഡിയോ എടുത്ത സ്വകാര്യ വ്യക്തി ആരാണ്? ഞാൻ ദേവരാജിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നതാണ്. ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും. അവന്റെ മന്ത്രിസ്ഥാനം പോകുന്നവരെ ഞാൻ വിടില്ല. ജനമോളം ശക്കടലായി നടുവിൽ അലറും
കാട്ടിൽ വിനയായി തീരും മലരേ ഇടരേ വാ ഇരുളിൽ എല്ലാം ഒളിയായി വാ 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 അടരേ വാ വഴിയിൽ വാക്കിൻ മുരയാൽ വാ ഇവനിവനൊരു ചെറുമിത്രമോ ഇവനിവനൊരു പുതു ശത്രുവോ ഇനി ഇവനിവനൊരു പുതു ലോകമായി ഇവനിവനൊരു ചെറുമിത്രമോ ഇവനിവനൊരു പുതു ശത്രുവോ ഇനി ഇവനിവനൊരു പുതു ലോകമായി കിട്ടിയടാ പണി ദേവരാജന്. Yes! ഒരു ഭരണം വിജയമേന്തിടും കൊടികളും നിടും പതനം പതിയെ മായ്ക്കേ പുതിയ വഴികളോ തിരയും ഇതുവരെ കലഹം കരുവായി മാറേ. हेलो जी थोड़ा 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 मुझे टाइम दे दो. मैं सच बोलता हूँ आई विल प्रूव. मैं सब सच बोलता हूँ. ओके हेलो जी എന്തോ ചേട്ടാ എന്റെ കസര തീർച്ചയാ. യുഗമോ കരുതും പോലെ മാറ്റം ഉടനെ വിലയില്ല അറിവിനായി നീ പോകും വഴിയെ പടവോ കുറയില്ല. യുഗമോ കരുതും പോലെ മാറ്റം ഉടനെ വിലയില്ല അറിവിനായി നീ പോകും വഴിയെ പടവോ കുറയില്ല. ഡാ നീ ഒരു കാര്യം അറിഞ്ഞോ? ആ ദേവരാജന്റെ മന്ത്രിസ്ഥാനം പോയി. എന്തുവാടാ എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെയാണല്ലോ നിന്റെ ഇരിപ്പ്. പക്ഷെ ശരിക്കും അവനൊരു മണ്ടനാട്ടാ. 23,000 അന്ന് നമുക്ക് തന്നിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനെങ്കിലും ഉണ്ടായിരുന്നേനെ. സാർ നിങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് കോളേജ് അടച്ചു കൂടിയിട്ട് അതിനുശേഷം കൈക്കൂലി വാങ്ങിയിട്ടാണ് കോളേജ് തുറന്നതെന്ന് പറയുന്നത് സാർ ശരിയാണ്. എന്നെ ഇപ്പൊ ദേ ഇവിടെ വിചാരണ ചെയ്യാൻ പോവാണ്. അതൊക്കെ നേരിട്ട് ഞാൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മന്ത്രിയായിട്ട് എത്തും. ശേഷം കാഴ്ച താൻ നിരപരാധിയാണെന്ന് പ്രസ്താവിച്ച HRD മിനിസ്റ്റർ ദേവരാജൻ കെട്ടുകണക്കിന് രൂപ കോഴ വാങ്ങിയ ദൃശ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോവാൻ ആ വീഡിയോ തന്നെ ഒരു കാരണമായേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ. വീഡിയോ എടുത്ത അജ്ഞാതനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. മിസ്റ്റർ ദേവരാജന്റെ പേരിൽ 500 കോടിക്ക് മേൽ കോഴപ്പണത്തിന്റെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ആരടാ ഇത് പുറത്തു വിട്ടത്? ഈ നാട് മൊത്തം നമുക്കിപ്പോ എതിരാ. പുരുഷോത്തമ അവന്റെ മരണം ക്രൂരമായിരിക്കണം. സൈബർ സെല്ലിൽ അറിയിച്ച് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ. ഞാൻ ചോദിച്ചു നോക്കി. അധികാരത്തിൽ ഇല്ലാത്തോണ്ട് ഇപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അധികാരമില്ലെങ്കിൽ ചെയ്യില്ലെന്നാണോ? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അവൻ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. സാറേ ഞാൻ ജോലി ചെയ്ത കാശ് ആരോട് ചോദിച്ചിട്ടാ മോളിൽ പോയി മന്ത്രിയെ കണ്ടേ? അന്ന് ഞങ്ങൾ CCTV ക്യാമറ ഫിക്സ് ചെയ്തു കഴിഞ്ഞ ആഴ്ച. ബില്ല് ഞങ്ങൾ തന്നതാണല്ലോ. ശരി, അടുത്ത ആഴ്ച ഒന്ന് വാങ്ങിച്ചോ. എന്റെ കാശ് എനിക്കിപ്പോ വേണം. പ്രശ്നം മുഴുവനും സ്റ്റുഡൻസിനല്ലേ ഉണ്ടാവുന്നേ. പാവം കാശെല്ലാം അടച്ചു തീർത്തിട്ട് കോളേജ് സ്റ്റുഡന്റിനെ നടുറോട്ടി നിർത്തുന്നൊക്കെയല്ലേ പറഞ്ഞു. സാറേ ഞാൻ ജോലി ചെയ്ത കാശ് ഹലോ അത് നിങ്ങളുടെ വീട്ടിൽ ഒരു CCTV ക്യാമറ കണക്ട് ചെയ്തില്ലേ? 23,000 രൂപ തരാനുണ്ട്. നിങ്ങൾ എപ്പോഴാണ് വന്ന് കളക്ട് ചെയ്യേണ്ടത്?
ടോമി, എന്തിനാടാ കുറയ്ക്കുന്നേ? എന്തു പറ്റി മോനെ? ഞാൻ ഒരുപാട് താമസിച്ചോ? സാരല്ല കേട്ടാ, ഇപ്പൊ വരാം. ഈ പാല് കുടിക്ക. വിശന്ന് പോലെ. ഗുഡ് ബൈ. നിന്റെ ഒരു വീഡിയോ എടുക്കല്ലേ? എന്റെ അമ്മാവന്റെ ജീവിതം നീ കുളം തോണ്ടിയല്ലേ? ഒന്നും ആയില്ല. വണ്ടിയെടുത്തു ഇടക്കും. വണ്ടിയെടുത്തു. എവിടെ പോയിരുന്നടാ? എത്ര പ്രാവശ്യം വിളിച്ച് നീ ഇതെവിടെ പോയി കിടന്നട? നീയും ഫോൺ എടുത്തില്ല. എന്റെ അമ്മാവ് എവിടെ? വേറെ വഴി കണ്ടില്ലടാ ഈ കേസ് ഒതുക്കാനായിട്ട്. ഇത്രയ്ക്ക് പെട്ടെന്ന് വേണമായിരുന്നോ? ആ വീഡിയോ എടുത്ത ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് അവനെ കണ്ടുപിടിച്ച് അമ്മാവന്റെ അടുത്തേക്ക് അത് പറയാൻ വേണ്ടി വരുമായിരുന്നു ഞാൻ. ഞാൻ നിന്നെ രക്ഷിക്കാം. ആരാണെന്നൊന്ന് പറ. ആരാണെന്ന് പറ. പറയില്ല. തന്റെ അച്ഛന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആരാന്ന് പറ. ഒരു യൂസർ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒരു മീം ഷേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ HRD മിനിസ്റ്റർ ദേവരാജനെ രാജിവെക്കേണ്ട അവസ്ഥയിൽ ഇവരെ എത്തിച്ചു. ഇതാര് ചെയ്തു? എവിടെ നിന്നാണ് ഇത് രൂപം കൊണ്ടത്? ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടോ അബ്രോഡിൽ ഇരുന്നുകൊണ്ടോ? സപ്പോസ് നമ്മളിത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ
മിസ്റ്റർ ദേവരാജൻ വഴി നമുക്ക് ഒരുപാട് ഹൈ പ്രൊഫൈൽസ് ക്ലയൻസിനെ കിട്ടും. സോ ബോയ്സ്, വി ആർ നോട്ട് ഗോയിങ് ടു മിസ് ദിസ്. ഇതൊന്നും വാങ്ങിച്ചിട്ട് പോടേ. അവന്മാരുടെ ഒക്കെ ഒരു ജാട ഉണ്ടില്ലേ? IT കമ്പനിയിൽ ജോലി ചെയ്ത് ലക്ഷങ്ങളൊക്കെ ഇല്ലേ സമ്പാദിക്കുന്നേ. വെള്ളം അടിക്കാനും മറ്റൊക്കെ അവന്മാരെ കാശുണ്ട്. അവിടെ ഒന്നും വില പേശില്ല, ഇവിടെ വന്ന് വില പേശും. നീയൊന്നും IT കാരല്ലടാ, നാണം കെട്ടവന്മാര്. ബൈ ബൈ, കൂൾ, റിലാക്സ്. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ വെച്ച് IT ജോലിയൊക്കെ വളരെ ഈസിയാന്ന് കരുതിയോ? നിങ്ങൾ മാത്രമല്ല ബൈ, ഒരുപാട് പേര് പാർട്ടി നടത്തലും പെണ്ണുങ്ങളുടെ കൂടെ കറക്കും ഇടയ്ക്കുള്ള ഫോറിൻ ട്രിപ്പുമാണ് IT ജോലി എന്നാ കരുതിയത്. നോ നോ നോ, അതും ബുദ്ധിമുട്ടാ ബൈ. ഈ IT കമ്പനിക്കാരില്ലേ കോളേജിൽ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി തരാന്ന് വാക്ക് കൊടുക്കും. പിള്ളേരാണെങ്കിൽ ജോലി കിട്ടിയെന്ന് വിചാരിച്ചാ കോൾ ലെറ്റർ വരാൻ തന്നെ 6 മാസമാവും. അങ്ങനെ ലെറ്റർ വന്ന് ജോലിക്ക് പോയി ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യാന്ന് വെച്ചാ ഒരു കൊല്ലം ചുമ്മാ ബെഞ്ചിലിരിക്കണെന്നേ. നിങ്ങൾ നിങ്ങളുടെ കടയിൽ 1 മണിക്കൂർ ചുമ്മാ ഇരിക്കുവോ? പറ്റൂലല്ലോ. ഇതൊക്കെ മറികടന്ന് ഫോറിനിലേക്ക് പോകാന്ന് വെച്ചാൽ ഫോറിനിലേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റൂല. 4 കൊല്ലം 5 കൊല്ലം ഓഫീസിലെ ടീം ലീഡർ, പ്രോജക്ട് മാനേജർ, HR അങ്ങനെ എല്ലാവർക്കും വിടുവേല ചെയ്യണം. അവന്മാർ ഇടിച്ചു പിഴിഞ്ഞ ഒരു പരുവാക്കും. 1 കൊല്ലം മുഴുവൻ പട്ടിയെ പോലെ ജോലി ചെയ്താ ഒരു ദിവസം അപ്രൈസൽ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും വെറുപ്പിച്ച് നമ്മളെ അങ്ങ് ഇല്ലാതാക്കും. കോൺഫിഡൻസ് ഒക്കെ പോകും. ഇതൊക്കെ താണ്ടി ഫോറിനിലേക്ക് പോയാലോ സമാധാനം കിട്ടുമോ? അച്ഛനും അമ്മയും മരിച്ചാൽ പോലും ഫ്ലൈറ്റ് കയറി വരാൻ പറ്റൂല ഭായി. ജനിച്ച സ്വന്തം കുഞ്ഞിനെ കാണണമെങ്കിൽ 6 മാസമാവും. ആരോരും ഇല്ലാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? സ്ട്രെസ്, ഡിപ്രഷൻ. കുടിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ന് ആരാ കുടിക്കാത്തത്? നിങ്ങൾ കുടിക്കൂലേ? ഞാൻ കുടിക്കൂലേ? എന്താ ഇവൻ കുടിക്കൂലേ? പിന്നെ എന്തിനാ ജോലി ചെയ്യുന്നറിയോ? പേടിച്ചിട്ടാ ഭായി. കമ്മിറ്റ്മെന്റ്. എന്റെ അച്ഛനും നിങ്ങളുടെ അച്ഛനും മാസം 10,000 ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ അമ്മ 2,000 കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഇവന്മാരൊക്കെ 1 ലക്ഷം രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കും. പക്ഷെ 1000 രൂപ പോലും മാറ്റി വെക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഹൗസിംഗ് ലോണ്, കാർ ലോണ്, 1 രൂപ പോലും കയ്യിൽ നിൽക്കില്ല. മുഴുവനും കടവാ. IT ജോലി കഷ്ടപ്പാട് തന്നെ ഭായി. അവന്മാർക്കും പൈസ മരത്തേന്ന് കിട്ടുമല്ല. ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നീയല്ലേ ഇതൊക്കെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. അതാരും ചോദിക്കാൻ പാടില്ല. പക്ഷെ പുറത്തൊന്ന് ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് ചോദിക്കുകയും ചെയ്യും. സർ, ഇന്ത്യയിൽ തന്നെ റെഡ് ടീമിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയാളാണ് സർ. Sir, he's accessing through a virtual priority network that is from different servers around the world. മനസ്സിലാവുന്ന പോലെ പറയടാ. സാർ, കൂട് വിട്ട് കൂട് മാറുന്ന പോലെ ഓരോ സെക്കൻഡ് ഓരോ നാട്ടിലോട്ട് അവർ മാറുകയാണ്. ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് പിടിക്കാൻ നോക്കിയാൽ ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയയിൽ നിന്ന് പിടിക്കാൻ നോക്കിയാൽ ആഫ്രിക്കയിൽ, പിന്നെ കംബോഡിയയിൽ, ഇപ്പോ പാകിസ്ഥാനിൽ. എന്തോന്നാണത്? സൈബർ സെല്ലിൽ കിട്ടാത്തോണ്ടാ ഇങ്ങോട്ട് വന്നേ. പണ്ടൊക്കെ ഞങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എഴുതിയവൻ ആരാണെന്നും പത്രം ഏതാണെന്നും കണ്ടുപിടിക്കും. എഴുതിയവന്റെ കൈവെട്ടും, പത്രം ഓഫീസ് കത്തിച്ചു കളയും. അതൊക്കെയാടാ ഞങ്ങളുടെ ശീലം. അവനെ കണ്ടുപിടിക്കാൻ പറ്റൂ ഇല്ലേ? സാർ, അവൻ എന്നെ തന്നെ കുഴപ്പിച്ചു കളഞ്ഞു. സാർ, ഞാൻ കണ്ടുപിടിച്ചു. How short are you? It's too simple. ഓണിയൻ റൗട്ടർ ഉപയോഗിച്ചാണ് അവർ എല്ലാം എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ നാട്ടിലും 1 സെക്കൻഡാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 0.2 സെക്കൻഡ്. സാർ, ഈ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറുമായി കണക്ട് ആയി കഴിഞ്ഞാൽ അവനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ജസ്റ്റ് 3 more minutes. സർ, 2 മിനിറ്റ് കൂടി മാത്രം. ഇനി 1.5 മിനിറ്റ് കൂടി ഉള്ളൂ. Just 30 seconds. 20 seconds more. 10 seconds. Just 5 seconds more. Oh shit! എന്റെ പൊന്നെ, എന്റെ ടോമി, നീ വയറല്ല ഇങ്ങനെ ആക്കിയോ? എന്ത് കഷ്ടം. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. മിനിസ്റ്റർ അളിയൻ കുടുമിത്തലയൻ മിനിസ്റ്റർ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ ഞാനാണ് കാരണം. ഞാൻ സൂസൈഡ് ചെയ്യാന്നും പറഞ്ഞ ഒരു ലെറ്റർ എഴുതി രാമേശ്വരത്തേക്ക് പോയിരിക്കുക. നീ വേണേ കണ്ടോ. അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ 5 സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കും. 4-5 മാസം ഇന്ത്യ മുഴുവൻ അരിച്ചു പെറുക്കി അവസാനം ഇടുക്കിയിൽ വെച്ച് പിടിക്കും. അവനെയൊന്നും ആരും പിടിക്കില്ല. അതെങ്ങനെയാ പറയുന്നത്? എടാ, iPhone 8 വാങ്ങിച്ചോ? എടാ, എന്താടാ കാര്യം? മിനിസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോയും പണത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം ചോർത്തിയത് നീയാണെന്ന്
അറിയാന്നുള്ള മെസ്സേജ് വന്നു. കുടുങ്ങില്ല, ആരും അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും അരമണിക്കൂറിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ലെങ്കിൽ മിനിസ്റ്ററോട് പറയുന്നുള്ള മെസ്സേജ്. എന്തോന്നാടാ ഇത്? നീ എന്താ തരിച്ചു നിൽക്കുന്നത്? നിന്റെ കൂടെ കൂടിയതിന് അവൻ എന്നെ കൊല്ലോ. നീ ബഹളം വെക്കാതെ ആദ്യം എന്താ നടക്കുന്നത് നോക്കാം. ഞാൻ തന്നെ SMS അയച്ചത്. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക അല്ലേ? ശക്തി, എന്താ? എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. എന്തോന്ന് പ്രൂഫാ ഉള്ളത്? നീ ഒരു ചെറിയ തെറ്റ് ചെയ്തു. മിനിസ്റ്ററിനെതിരായിട്ട് നീ ചെയ്ത മീംസിന് വാക്കാണ് വാരണ്ടി എന്ന് ക്യാപ്ഷൻ വെച്ചു. നീ അപ്പൊ തന്നെ മനസ്സിലായി നീ തന്നെയായിരിക്കും ചെയ്തേന്ന്. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ല വിളിച്ചു വരുത്തിയത്. എന്റെ കൂടെ വാ. ദേവരാജ് കാരണം എത്രയോ സ്റ്റുഡൻസ് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയിട്ടും കോളേജ് മാനേജ്മെന്റിന് കാശ് കൊടുക്കാൻ പറ്റിയില്ല. സോ ഫൈനൽ സെമിസ്റ്റർ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. അതിൽ എഫക്റ്റ് ആയവരിൽ ഞാനും ഒരാളാണ്, അറിയോ? നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി. അതാ നിന്നോട് വരാൻ പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ടോ? എന്നെ കണ്ട വെയിറ്ററാന്ന് പറയൂല്ലോ കേട്ടോ. അനിയ ഇത് കഴുകിയിട്ടില്ല. നയാനഹി പുരാനി. ഈ വെച്ചിരിക്കുന്നത് നോർമൽ വാട്ടറാണ്. അതെ സാർ, നോർമൽ വാട്ടർ ആണ്. മെഷീൻ വർക്ക് ആവണില്ല സാർ. ക്യാഷ് നെറ്റ് തരാമോ സാർ? ചെക്ക് ഓക്കെ ആണോ? ചെക്ക് വാങ്ങില്ല സാർ. ഞങ്ങൾ രണ്ട് മാന്യന്മാര് കാടല്ലാതെ കാശ് കൊണ്ട് കറങ്ങാൻ പറ്റുമോ? അമെക്സ് ഓക്കെ ആണോ? ഇല്ല സാർ. സിറ്റി ബാങ്ക്? ഇല്ല സാർ. ചിട്ടിക്കുരുവി ബാങ്ക്? നോ സാർ. കോൾ യുവർ മാനേജർ. സാർ സാർ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാമോ? സാർ മെഷീൻ വർക്ക് ആവുന്നില്ല. ഇങ്ങതാ. ശരി, ഞാൻ നോക്കിക്കോളാം, നീ പോകും. നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അണ്ണാ യൂണിവേഴ്സിറ്റി സിമ്പോസിയത്തില് GPS ബേസ് അലേർട്ട് സിസ്റ്റത്തിന് സ്റ്റുഡന്റ് അവാർഡ് വാങ്ങിയത് നിങ്ങളല്ലേ? സീനിയർ, നിങ്ങളുടെ പേര് ഗോപി എന്നല്ലേ? ഇവിടെ എന്താ ഗോപി മഞ്ചൂരിയൻ കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളൊരു ശാസ്ത്രജ്ഞനാവുന്നല്ലേ ഞങ്ങൾ കരുതിയത്. അതൊക്കെ ഒരു സ്വപ്നമായിരുന്നില്ല ബ്രോ. ആഗ്രഹിച്ചെല്ലാം നടക്കണമെന്നില്ലല്ലോ. 10 മണിക്കൂറത്തെ ജോലി, 12,000 സാലറി കിട്ടും. ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ശീലമായി. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. താങ്ക്സ് ഫോർ കമ്മിങ്. ഗോപി എടാ നമ്പർ ഒന്ന് തരുമോ? 9884553681. ശരി. ഏത് പാട്ട് റിപ്പയർ ആവുന്നോ ആ പാട്ട് മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും. എന്താന്ന് വെച്ചാ ഈ ഫോണിന്റെ ഓരോരോ പാർട്സും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ശക്തി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഫോണിന് ശക്തി ഇട്ടിരിക്കുന്ന പേര് ഓറഞ്ച്. ഓറഞ്ചോ? പേരൊക്കെ മാറ്റൂലെന്ന് പറഞ്ഞിട്ട്. എടാ, ന്യൂമറോളജി ശരിയില്ലാന്നും പറഞ്ഞ് അവൾ ആ ഓറഞ്ചിന്റെ പേര് മാറ്റിയത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അടിച്ചുവിടുന്ന കണ്ടില്ലേ? കലക്കല്ലേ. ഇവള് കസ്റ്റമർ കെയറിലെ ക്രെഡിറ്റ് കാർഡ് ലോൺ വിൽക്കുന്ന സെക്ഷനിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. അതായി എക്സ്പീരിയൻസ്. അവള് നമ്മുടെ കമ്പനി പാർട്ണറാ. മര്യാദയ്ക്ക് സംസാരിച്ചോണം. അവൾ അംബാനി ഫാമിലി, നീ ഹർഭജൻ സിംഗ്. മാച്ച് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിക്കും. കോൺഫിഡൻസോടുള്ള വാക്ക്, വിശ്രമമില്ലാത്ത ജോലികൾ, ഒടുക്കത്തെ പരിശ്രമം, ഇതാണ് നമ്മുടെ കമ്പനിയുടെ ടാഗ് ലൈൻ. Please just consider for once. Thank you so much for your time. Mr. Shakti, I am really impressed with your idea to build this personalized mobile phone. പക്ഷേ ഞങ്ങളുടെ ബോർഡിലുള്ള മറ്റ് മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ 5 ഫോട്ടോ ടൈപ്പ് റെഡിയാക്കുകയാണെങ്കിൽ ISO വെരിഫിക്കേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ we can sign the deal. ഷുവർ സാർ, തീർച്ചയായും സാർ. എന്റെ പേര് ശേഖർ സാറേ. താങ്ക് യു. ശക്തിയുടെ ടാലന്റ് കൊണ്ട് തീർച്ചയായും ഉയരങ്ങളിലെത്തും സർ. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. സർ ആ ഓപ്പർച്യൂണിറ്റി തരുമായിരുന്നെങ്കിൽ നാളെ ഇവൻ വലിയ ആളാവുമ്പോ സാറും അവന്റെ കൂടെ ഉണ്ടാവും. I like your confidence. I am sure he will succeed.
താങ്ക് യു സർ. നമ്മുടെ ജീവിതം ആ റിച്ചി സ്ട്രീറ്റിലെ ചെറിയ മുറിക്കിൽ തീരുന്ന ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എവിടെ നിൽക്കുന്നെന്ന് കണ്ടോ? ആ പെണ്ണുകാരന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. പ്ലീസ് റാ, മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിൽ മനസ്സർപ്പിച്ച് തീർക്കാവടാ. പക്ഷെ സത്യത്തിൽ ഇവളൊരു പുലിയാടാ. താങ്ക്സ്. എന്തിനാ? ബാംഗ്ലൂരിൽ നിന്നൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഓഫർ വന്നിട്ടുണ്ട്. അവർ തന്ന ഡെമോ പ്രോജക്റ്റ് ഞാൻ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനു വേണ്ടിയാ താങ്ക്സ്. ഞാൻ നിന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ ജോബ് ഓഫറും വാങ്ങി തന്നില്ല. പിന്നെ എന്നോട് എന്തിനാ നന്ദി പറയുന്നത്? നീ ലാപ്ടോപ്പ് കറക്റ്റ് സമയത്ത് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ പ്രോജക്റ്റ് എന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഈ ജോബ് ഓഫറും വരില്ലായിരുന്നു. ഈ വസ്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുന്ന ശീലമൊന്നും എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരേ ഒരു വിഷയം കൈവിട്ട് പോകരുതെന്ന് വിചാരിക്കുന്ന ബിസിനസ് മൈൻഡാ. അതും നീ കാരണം കൈവിട്ട് പോകുമെന്നൊരു പേടിയുണ്ട്. ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞോട്. ശരി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എപ്പോഴാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? മൺഡേ ഇന്റർവ്യൂ, ഇന്ന് നൈറ്റാ ബാംഗ്ലൂരിന് ട്രെയിൻ. ഓ, പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? എന്തേ? അല്ല, അത് ആ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ന്യൂയോർക്കിലാണ് ഉള്ളത്. 1 year ജോലി ചെയ്താൽ ചിലപ്പോൾ ന്യൂയോർക്കിലോട്ടായിരിക്കും. നല്ല ഓഫർ, നല്ല കമ്പനി, മിസ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. എനിക്കും മിസ് ചെയ്യേണ്ടെന്നൊരു തോന്നലുണ്ട്. വാട്ട്? ഈ ലോകത്തിൽ എത്രയോ ആൺകുട്ടികളുണ്ട്. നീ ഇപ്പോൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് കുറേ കുട്ടികൾ നിന്നോട് കൂട്ടുകൂടും. അതിലൊരാൾക്കെങ്കിലും നിന്നോട് ഇഷ്ടം തോന്നിയിട്ട് പ്രപ്പോസ് ചെയ്യും. അയാളോട് നീ സോറി, എൻ്റെ ലൈഫിൽ ഒരാളുണ്ട്, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറയണം. ആ ആൾ തീർച്ചയായിട്ടും ഞാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം ഫോൾ ഇൻ ലവ് വിത്ത് യു ആശ. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. നാളെ പറയാം. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയില്ല ശക്തി. ഞാൻ വളരെ ക്ലിയറാണ്. എനിക്ക് പ്രണയം, കല്യാണം ഇതൊന്നും വേണ്ട. വേണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. നിനക്ക് എന്ത് കുഴപ്പമാ ശക്തി? ഹാ, നിന്നെ കാണാൻ തന്നെ സൂപ്പർ അല്ലേ? നിനക്ക് എല്ലാ ടാലന്റും ഉണ്ട്. നാളെ തന്നെ നിന്റെ ഓറഞ്ച് പ്രോജക്ട് ഹിറ്റായെങ്കിൽ നീ വലിയൊരാളാവും. അപ്പോ ജസ്റ്റ് ഒരു പാസിംഗ് ക്ലൗഡായിട്ടേ എന്നെ നീ കാണുള്ളൂ. ഒരെടുത്തുചാട്ടം പോലെ എനിക്ക് തോന്നുന്നത്. എന്നെ കൊണ്ടുപോയി വീട്ടിൽ വിടുവോ അതോ ഇവിടെ തന്നെ ഇറക്കി വിട്ടിട്ട് പോവോ? ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. നീ എന്നെ പറ്റിക്ക, എനിക്കത് നന്നായിട്ട് അറിയാം. ഏയ്, ഞാൻ പറയുന്നത് കേക്ക്. നിന്നെ വിട്ട് പിരിയുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അയ്യോ, കറണ്ട് ഇല്ല. എന്നിട്ട് തിയേറ്ററിൽ സിനിമ ഓടുന്നുണ്ടല്ലോ. അത് ജനറേറ്ററിലാണ് ഓടുന്നത്. ഞാൻ തീപ്പെട്ടി ഇവിടെ ആയിരുന്നല്ലോ വെച്ചിരുന്നത്. എന്താ നോക്കുന്നത്? ഒരു 20 വർഷത്തിന് ശേഷം തലമുടിയെല്ലാം നരയ്ക്കും. ചുളിവുകളൊക്കെ വീണിട്ട് ഒരുപാട് തടിച്ച് വണ്ണം വെക്കും. ചുമ്മാ പേടിപ്പിക്കില്ല ശക്തി. BP കൂടും. മറവി എന്ന രോഗവും വരും. നെയ്തുകൂട്ടിയ സ്വപ്നമെല്ലാം മറക്കും. ആ സമയം പേടിയും കൂടെ ഉണ്ടാവും. അടുത്തെങ്ങും ആരും ഉണ്ടാവുമില്ല. ആ സമയം നിനക്ക് കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ആവശ്യം വരുവാണെങ്കിൽ SMS അയക്കാൻ ഞാൻ. അപ്പം നിനക്ക് മറുപടി അയക്കുന്നത് എൻ്റെ മകനായിരിക്കും. സോറി ആൻറ്റി.
ഐ എം സോ ലേറ്റ്. ശക്തി, ഒരു മിനിറ്റ്. എന്താ? ശക്തി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ട്രെയിനിങ് പീരീഡ് 1 മന്താ. മറക്കാതെ ഡെയിലി ഇവിടെ വന്ന് ഈ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പോകാവോ? ഞാനില്ലെങ്കിലും നിത്യം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ബോംബെയിലേക്ക് പോയേക്കുവാ. പ്ലീസ്. പ്രപ്പോസ് അറിയിച്ചപ്പോൾ എല്ലാ ഉത്തരവാദിത്വം തരുവാണല്ലേ? അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. നാളെ എൻക്വയറി കമ്മീഷനാണ്. അതൊക്കെ ലീഗലായിട്ട് നമുക്ക് പരിഹരിക്കാം. എന്നാൽ വീഡിയോ ഫുട്ടേജ് എവിഡൻസ് ഭയങ്കര സ്ട്രോങ്ങാണ്. കമ്മീഷനത് പ്രൂഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Silence. Silence. Before this commission starts, please avoid any unnecessary commotion and disturbance. അയാളിപ്പോ എന്താ പറഞ്ഞൊന്നു പറഞ്ഞ്? ഞങ്ങളുടെ മന്ത്രി സിന്ദാബാദ്, ഞങ്ങളുടെ മന്ത്രി സിന്ദാബാദ്. Mr. Devaraj, we are here to assess the corruption charges against you with regard to the closure of 55 deemed universities across the country. ഈ ട്രയൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചാൻസ് കൂടി തരാം. ഇനി എന്തെങ്കിലും സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എസ് ദേവരാജൻ എന്ന് പറയുന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് ഞാൻ കേന്ദ്ര സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. ഇത് ഞാൻ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞ വെറും വാക്കുകളല്ല സർ. എന്റെ ഹൃദയത്തിൽ നിന്നും വന്ന എന്റെ നാടിനും എന്റെ നാട്ടുകാർക്കും കൊടുത്ത വാക്കാണ്. മിസ്റ്റർ ദേവരാജ്, കം ടു ദ പോയിന്റ്. സാറേ, നമ്മുടെ നാട്ടിൽ സത്യത്തിനേക്കാളും റൂമറിനാണ് പവർ കൂടുതൽ. എന്റെ മേൽ ചുമത്തപ്പെട്ടുള്ള ആരോപണങ്ങൾ വെറും റൂമർ മാത്രമാണ്. ഇന്ന് ഇന്റർനെറ്റിലൊക്കെ മിമിക്സ് എന്ന പേരില് ഇത് ആര് പ്രചരിപ്പിച്ചെന്നോ എന്തിനു പ്രചരിപ്പിച്ചെന്നോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ എന്നെയല്ല അപമാനിച്ചത്. നമ്മുടെ നാട്ടിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ് അപമാനിച്ചത്. ഒരു നാടിന്റെ മുന്നേറ്റം പ്രധാനമായും തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. HRD മിനിസ്റ്റർ അപ്രൂവൽ ആക്കിയിട്ടുള്ള ഡീമേഡ് യൂണിവേഴ്സിറ്റിക്ക് പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റി ഇല്ലെന്നറിയുമ്പോൾ അവരെ വാൺ ചെയ്ത് മുറപ്പടിയുള്ള യോഗ്യമായിട്ടുള്ള ഗുണനിലവാരമുള്ള സൗകര്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പോരാടിയത്. ആ യൂണിവേഴ്സിറ്റിയോട് കാശ് വാങ്ങിയെന്നാണ് എന്റെ പേരിലുള്ള കുറ്റം. ഏതെങ്കിലും ഒരു കോളേജ് ചെയർമാൻ എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? നീ ഉരിച്ച കോഴിയെ പോലെ ആക്കൂലേ? പിന്നെ ആരാ കംപ്ലൈന്റ് ചെയ്യാ? കിളവന്റെ വാചകടി കേട്ടോ നീ. സ്മൈൽ പ്ലീസ്. മാഡം, ഈ കംപ്ലൈന്റിൽ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ മോൻ +2 2 പ്രാവശ്യം തോറ്റുപോയി. ഈ പ്രാവശ്യം രണ്ടാമതും അവൻ എക്സാം എഴുതുന്നുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അവനെ കോളേജിൽ വിടാതെ തന്നെ ഗ്രാജുവേറ്റ് ആക്കാമായിരുന്നു. എന്നാൽ പദവി ഞാൻ ഒരിക്കലും ദുർവിനിയോഗം ചെയ്തിട്ടില്ല. എന്നാൽ ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോയി. ഒരു മന്ത്രി എന്ന നിലയിൽ തോറ്റില്ല. നിങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വീഡിയോ പ്രൂഫ് ഉണ്ട്. അതിൽ നിങ്ങളുടെ വീട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മരുമോന്റെ മുഖവും ആ വീഡിയോയിൽ റെക്കോർഡഡ് ആണ്. ഇതിന് എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണ് പറയാനുള്ളത്? ആ വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാമോ? ആരാ നിങ്ങള്? താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുവാ. ശരി, ഇറക്കിറക്ക്, വേഗം വേഗം. എല്ലാം കൃത്യമായിട്ട് എണ്ണി നോക്കിയല്ലോ അല്ലേ? അതെ ചേട്ടാ. സൂക്ഷിക്കണം. 500 കോടിയാ. ഓക്കെ. ആ വീഡിയോ ഒന്ന് സൗണ്ട് ഇല്ലാതെ പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? വൺസ് മോർ പ്ലീസ്, വിത്തൗട്ട് സൗണ്ട്. ആരാ നിങ്ങള്? നിങ്ങൾ എവിടുന്നാ വരുന്നത്? തലയോലപ്പറമ്പിൽ നിന്ന് പാർട്ടി ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അകത്ത് കൊണ്ടുപോയി വെക്കേ. വാ വാ വാ. ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആണോ മാഡം? ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. തലയോലപ്പറമ്പ് താര എഞ്ചിനീയറിംഗ് കോളേജ് ആക്കി മാറ്റി. കഴിഞ്ഞ മാസം നടത്തിയ പാർട്ടി ഫണ്ട് പിരിവ് പാർട്ടി ഓഫീസിൽ പെയിന്റടി നടക്കുന്നത് കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അറിയോ? അതിനെ എങ്ങനെ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം?
The commission will meet on 14th February for the final hearing. കേസിന്റെ പോക്ക് കണ്ടിട്ട് അവൻ വീണ്ടും മന്ത്രിയാവുന്ന തോന്നുന്നു. കഷ്ടപ്പെട്ട് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് കേസാക്കിയ ഡിസ്കവറി ചാനൽ മലയാള ഡബിംഗ് പോലെ സംസാരിച്ച് നിസ്സാരമായിട്ടല്ല കേസ് ഇല്ലാതാക്കിയത്. അവൻ വീണ്ടും മിനിസ്റ്റർ ആവുമോടാ? മരിച്ചുപോയ ആ വിദ്യാർത്ഥിയെ പോലെ ഇനി എത്ര വിദ്യാർത്ഥികൾ ബലിയാടാവും? എനിക്ക് കലിപ്പാവുന്നുണ്ട് കേട്ടോ. ഹലോ ഗോപി, ഞാൻ ശ്രീശക്തിയാ. എനിക്ക് അർജൻറ്റായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഒന്ന് വരാൻ പറ്റുമോ? ഹായ് സീനിയർ. ഹലോ സീനിയർ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്തു പറ്റി? അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ GPS ട്രാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഡിവൈസിൽ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസ് വെച്ചൊന്ന് ട്രൈ ചെയ്താലെന്ന് ആലോചിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മെൻ്റ് ഏതാണ്? C++, ജാവ, കപ്പിൾസ് ടു ഊപ്പ് ലാംഗ്വേജ്. നീ ചുമ്മാ കളിക്കല്ലേ. ഡാറ്റ പുള്ളർ. ഡാറ്റ പുള്ളറാണോ? എൻ്റെ അറിവ് വെച്ച ആ പണം സൗത്ത് ഇന്ത്യയിൽ പോലുമില്ല. ഒരു പക്ഷേ ആ പണത്തിൽ വെള്ളം വീണാലോ അല്ലെങ്കിൽ ആരെങ്കിലും കത്തിച്ചു കളഞ്ഞാലോ അത് ഡിറ്റക്റ്റ് ആവില്ലല്ലോ. തീർച്ചയായും. സീനിയർ, ഇനിയൊരു ഹെൽപ്പ് വേണം. ഇത് കുറച്ചാൾ ഓണായിരിക്കണം. എന്തെങ്കിലും സിഗ്നൽ കിട്ടി എന്നെ അറിയിക്കാനും മറക്കണ്ട. ശരി, ആയിക്കോട്ടെ. എന്നാൽ ഞങ്ങൾ വരട്ടെ. താങ്ക് യു സീനിയർ. ആക്ച്വലി നിങ്ങളോട് ഞാനാ താങ്ക്സ് പറയണ്ടേ. 4 വർഷമായിട്ട് മട്ടനും ചിക്കനും കാരണം തല മരവിച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു എഞ്ചിനീയറാണെന്ന് നിങ്ങളെന്നെ ഓർമ്മപ്പെടുത്തി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. സൂപ്പർ. എന്താടാ ഫോൺ എടുക്കാത്തെ? ചേട്ടാ, ഇത് അണ്ടർഗ്രൗണ്ട് അല്ലേ, റേഞ്ച് ഉണ്ടാവില്ലെന്നേ. സമ്പാദിച്ചതൊക്കെ കേസിന് വേണ്ടി ചെലവാക്കേണ്ടി വരും തോന്നുന്നു. ചേട്ടാ, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും കോടികൾ സമ്പാദിച്ചൂടെ നമുക്ക്? ഇതിനെക്കാളൊക്കെ വളരെ പ്രധാനം കേസിൽ നിന്ന് ജയിച്ച് പുറത്തു വരുന്നതാ. ഇനി എണ്ണി കഴിഞ്ഞില്ലേ? Unavailable to take calls right now.
ഹലോ സീനിയർ, എന്നെ വിളിച്ചായിരുന്നോ? ആ ശക്തി എന്റെ ഡിവൈസിൽ നിന്ന് ഇൻഡിക്കേഷൻ കാണിച്ചായിരുന്നു. താൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് വേറെ വഴിയൊന്നും കണ്ടില്ല. ഞാൻ തന്നെ GPS ഫോളോ ചെയ്തു വന്നു. അതിപ്പോ കാക്കനാടുള്ള ഒരു ഗോഡൌണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ കണ്ടെയ്നറിൽ പണമാണെന്നാണ് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗോപി, ഗോപി. സർ, 100 രൂപയുടെ നോട്ടിൽ GPS ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ട്രാക്ക് ചെയ്തിട്ടാണ് സാറിനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ദേ ആർ ദ കൾപ്രിറ്റ്സ്. പീറ പയ്യനാടാ നീ വെച്ച 100 റൗണ്ട് നിന്നെ ഇവിടെ എങ്ങനെ വരുത്തിയെന്ന് കണ്ടോ? എന്റെ അടുത്താണോ നിന്റെ അഭ്യാസം കാണിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ എവിടെ പോയി നോക്കണം. ശരിയേട്ടാ. എനിക്കറിയാം കുറ്റബോധം ഉണ്ടാവും, പക്ഷെ അവനൊന്നും ആവില്ല, രക്ഷപ്പെടും. ഞാൻ പറയുന്ന കേക്ക്. കുറച്ചു ദിവസം നീ ആശയുടെ വീട്ടിൽ താമസിക്കേ. അതാണ് അവനും നിനക്കും നമുക്ക് എല്ലാവർക്കും സേഫ്. ഇവന്റെ മുഖം അവർ കണ്ടു കാണും. The 500 and 1000 rupee notes hoarded by anti-national and anti-social elements will become just worthless piece of paper. അച്ഛാ അച്ഛാ എല്ലാം കൈവിട്ട് പോയച്ചാ. 500,000 നോട്ട് ഗവൺമെന്റ് നിരോധിച്ചാ. ചുമ്മാ കിടന്ന് കാറുവാ കഴുത. നോട്ട് നിരോധിച്ചെന്ന് വെച്ച് കടലിൽ കൊണ്ടുപോയി കാശ് കളഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് ATM ഉണ്ടാക്കാൻ ഞാനൊരു ബാങ്ക് എംപ്ലോയി ഒന്നുമല്ല. 40 വർഷം എന്റെ ഈ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ പണമാണത്. ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയ നിയമം കൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. ഇത് എവിടെ കൊടുത്ത് എങ്ങനെയാ പുത്തനാക്കി മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പണത്തിന്റെ കളർ ചിലപ്പോൾ മാറും, പക്ഷെ ഞാൻ മാറില്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരു വാൻ അയക്കാം, അതിൽ നമ്മുടെ ഭരത്ത് വരും. ഇതെല്ലാം എടുത്ത് നിങ്ങൾ അവന്റെ കൂടെ പോകണം. അവൻ പുതുപ്പണമാക്കി മാറ്റിത്തരും. വേഗം വിട്ടു. നിങ്ങൾ RC ബുക്ക് കാണിച്ചേ. വേഗം.
ഒന്ന് ഊതിക്കാൻ. RC ബുക്ക് എടുക്കുക. എന്നാലും ഈ സമയത്തൊക്കെ ചെക്കിങ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. പോലീസാടാ. ഈ റൂട്ടിൽ ഇതുവരെ ചെക്ക് പോസ്റ്റേ ഉണ്ടായിട്ടില്ല. വണ്ടി യൂട്ടേൺ എടുക്കടാ. നോക്കി 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 നോക്കി. അവൻ ഒരുത്തൻ ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോകുന്നു. വാങ്ങാത്തില്ല. പോലീസുകാർ മൊത്തം പുറകെണ്ട്. ഒന്ന് വേഗം പോടാ. ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ. ലെഫ്റ്റിൽ വഴിയില്ല, നീ റൈറ്റിലോട്ടോ പോടാ. റൈറ്റ് റൈറ്റ്. പറയടാ. പ്രോജക്റ്റ് ഒക്കെ ഓക്കെ അല്ലേ? എന്താണെങ്കിലും ഒന്ന് പെട്ടെന്നാവട്ടെ. ഇപ്പോഴാണ് ഞാൻ അവിടുത്തെ സിഇയോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിന് ഒരു മിനിറ്റ്. അശ നീ എന്താ ഇവിടെ? എന്താ? ഹേയ്, ഇന്റർവ്യൂ എന്തായി? Well, introduce yourself. I am Asha Subramaniam. I have completed my BE in Computer Science from Tara College of Engineering. 20 years after, well, what do you want to achieve? ഈ 20 വർഷത്തിന് ശേഷം എന്താ അവൻ ആഗ്രഹിക്കുന്നത്? ശരീരത്തിലൊക്കെ ചുളിവ് വീഴണം, 1-2 തലമുടിയൊക്കെ നരയ്ക്കണം, എന്ത് വണ്ണം വെക്കണം, മറവി എന്ന രോഗം വരണം, തനിച്ചിരിക്കാൻ പേടിയുണ്ടാവണം. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് താങ്ങായിട്ട് അവനുണ്ടാവണം. അവൻ്റെ ഓറഞ്ച് പ്രോജക്റ്റ് വിജയിച്ച് മുന്നേറണം. ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏതായാലും ഒന്ന് മതിയാവും. What nonsense you are talking? ഹണിമൂണിന് നോർത്ത് ഇന്ത്യ, കുഞ്ഞിനോടൊപ്പം വേൾഡ് ടൂർ. ജീവിതം അങ്ങനെ ആസ്വദിച്ച് എനിക്കും അവനും സന്തോഷമായിട്ട് ജീവിക്കണം. വെരി ഇൻട്രസ്റ്റിംഗ് ആൻസർ. തൻ്റെ ആളുടെ പേരെന്താ? ശക്തി. അവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് നോൺസെൻസ് ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഐ ലവ് യു ശക്തി. ഇവിടെ നിർത്താൻ. വണ്ടി നിർത്ത്. ഒരു മിനിറ്റ് നിക്ക്. എന്നാ പിന്നെ ഞങ്ങളും കൂടെ ഇറങ്ങട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ ആരും പുറത്തോട്ട് ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരിക്കേ. അല്പം ധൃതി കൂടിയൊന്നൊരു തോന്നലുണ്ട്. ഇല്ല, ഇത് നല്ലൊരു ജോലിയാണ്. തീർച്ചയായിട്ടും അത് മിസ് ചെയ്യാൻ പാടില്ല. ആശ ഞാൻ പറയുന്നത് വേണ്ട. ആശ, ഞാൻ പോവില്ല. ഹലോ, പോലീസുകാർ കണ്ടതുകൊണ്ട് ഞങ്ങൾ റൂട്ട് മാറിയാ വന്നത്. പോലീസുകാർ ഓടിച്ചോണ്ടിരിക്കുക ഞങ്ങളെ. അവിടെ എന്താ ഉള്ളത്? ഒരു വളവിലൊന്ന് കുടുങ്ങിയിരിക്കുക ഞങ്ങള്. വേറെന്തുണ്ട്? ഇവിടെ അടുത്തൊരു തിയേറ്റർ ഉണ്ടോ വലിയ? വേറെന്തെങ്കിലും ഉണ്ടോ നോക്കവിടെ. പിന്നെ ഇവിടെ ഒരു വീടുണ്ട് വലിയ. ആ വീടിനകത്തേക്ക് പോ. പണമെല്ലാം എടുത്ത് ആ വീടിനകത്ത് വയ്ക്ക്. ഞാൻ പറയാതെ ആ വീട് വിട്ട് പുറത്തേക്ക് വരരുത്. ഈ സമയത്ത് ആരാ? ശക്തി, ഞാൻ പറഞ്ഞേക്കാം. അവിടെ ഇരിക്കടി, പറഞ്ഞിട്ടില്ലേ? ഒരു മുക്കും പോലെ പരിശോധിക്കുക. ഞാൻ പറയുന്നതും കേട്ടോണ്ട് മിണ്ടാണ്ടിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. ഒച്ച വെച്ച് പോരുത്. അവിടെ ഇരിക്കടി. മിണ്ടാണ്ട് അവിടെ ഇരുന്നോളാം. ഇല്ലെങ്കിൽ കൊന്നു തള്ളിട്ട് ഞങ്ങളങ്ങ് പോവും. പറഞ്ഞേക്കാം. വാടാ, ഒന്ന് കെട്ട്. ഓടി തോക്ക് വെക്ക്. ആവശ്യമില്ലാത്തൊരു അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാ തല ചെതറും. വാടാ, കൊണ്ട് വെക്ക് വെക്ക്. പോലീസ് ഇവിടെ അടുത്ത് ചുറ്റുന്നുണ്ട്. ഈ കുപ്പിലുള്ള സാധനം കഴിച്ചിട്ട് വണ്ടി കൊണ്ടുപോയി സറണ്ടർ ആയിക്കോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ പോണ്ടിച്ചേരി വരുന്ന വഴിയാ വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോ പേടിച്ചോടിയെന്ന് പറഞ്ഞാൽ മതി. പോ വേമ്പോ. എന്താ നടക്കുന്നത് ഇവിടെ? ശബ്ദം ഉണ്ടാക്കരുത്. കുറച്ചു നേരത്തേക്ക് ഈ വീട് ഞങ്ങളുടെ കൺട്രോളിലാ. ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാ കൊന്നു അവളെ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്. ശക്തി,
ആരാ ഇവരൊക്കെ? ഇവരുടെ എന്താ കണ്ണൊക്കെ ഇരിക്കുന്നത്? പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കുക. എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ശക്തി. പ്രേമ, ആരോ നോക്ക്. സിദ്ധാർത്ഥേ, 4 ജംഗ്ഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 5 വണ്ടി മാറി കയറേണ്ടി വന്നു. ദീപയുടെ ആൾക്കാരല്ലേ ചുറ്റും. ഡാ, ഇത് മൊത്തം നനഞ്ഞല്ലോ. ഡാ, ഇതെങ്ങനെയാണോ നനഞ്ഞേ? നോക്കിയേ, ഒരുപാട് നനഞ്ഞിരിക്കുക. സമ്പാദിക്കുന്നതിനേക്കാൾ സംരക്ഷിക്കാനാടാ ബുദ്ധിമുട്ട്. പണം ഈശ്വരനാടാ. നീയൊക്കെ കേട്ടിട്ടില്ലേ, പണത്തിന് മീതെ പരുന്തും പറക്കില്ലാന്ന്. അച്ഛേ, ഇയാളാരെന്ന് മനസ്സിലായില്ലേ? മുൻ മന്ത്രിയായിരുന്നു മിസ്റ്റർ ദേവരാജൻ. ജനങ്ങളുടെ പണം സംരക്ഷിക്കാൻ വേണ്ടി പെരുമഴയത്ത് വന്ന് കയറിയതാ. ഒളിഞ്ഞു നോക്കി സിനിമ അവനടിക്കരുത് പ്ലീസ്. കോളേജിൽ എന്തിനാ ഇത്രയും പണം ചോദിക്കുന്നതെന്ന് ചോദിച്ചില്ലേ നീ? ഫാക്കൽറ്റി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നും പറഞ്ഞ് നിന്റെ കോളേജ് സഹിതം മൊത്തം 55 കോളേജ് സർക്കാർ അടച്ചുപൂട്ടി സീല് വെച്ചിട്ട് 2 ദിവസം കൊണ്ട് തുറന്നില്ലേ? എങ്ങനെയാ? ദേ നോക്ക്. 4 വർഷത്തെ പഠിപ്പിന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത്. അതുകൂടാതെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് തന്നോണ്ടിരിക്കണം എന്നാണോ? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? പഠിക്കണമെന്നുള്ള മോഹം തോന്നിയില്ലേ? അത് തെറ്റായി പോയെന്നാണ് സാറ് പറയുന്നത്. മിസ്റ്റർ ദേവരാജൻ, മലേഷ്യയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചവന് സലൂണിൽ ജോലി ചെയ്താൽ മാസം 50,000 രൂപ ശമ്പളം. കാനഡയിൽ മീൻകടയിൽ ജോലി ചെയ്യുന്നവന് മാസം 1 ലക്ഷമാണ് ശമ്പളം. എന്നാൽ ഇന്ത്യയിൽ മാത്രമാടോ 10,000 രൂപ ശമ്പളം മേടിക്കാൻ വേണ്ടി PA DA ഡിപ്ലോമ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ലക്ഷങ്ങൾ മുടക്കി ആൾക്കാർ ആത്മഹത്യ ചെയ്യുവാടോ. എന്ത് സർക്കാർ, എവിടുത്തെ സർക്കാർ, എവിടെ നോക്കിയാലും കൈക്കൂലി. ഒരാളെ കൊല്ലുന്നതിലും ക്രൂരത എന്താണെന്നറിയോ? ഒരുത്തന്റെ കഴിവിനെ അടിച്ചമർത്തി മരണത്തിലേക്ക് വിടുന്നത് തന്നെയാ. എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് കാരണം നിന്നെ പോലുള്ള ചുമ്മാ തല്ലാതടാ. അനിയ, ഈ ലോകത്ത് ആരാ കള്ളത്തരം ചെയ്യാത്തത്? നിയമപരമായി നീങ്ങി ഞാൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച് വീണ്ടും മന്ത്രിയായിട്ട് നിന്റെ മുന്നിൽ വരും. ഞാൻ അധികാരം പോയെന്ന് വെച്ച് ഞാൻ കുറ്റവാളിയാണെന്നല്ല എന്റെ അർത്ഥം. ഡാ വാടാ, പുറത്ത് CBI ചെക്കിംഗ് വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാ, അറിയോ? എല്ലാ ചെക്ക് പോസ്റ്റിലും ഉള്ളത് അവരുടെ ആൾക്കാരാ. പണം ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. പാൽവണ്ടി മദ്യവണ്ടി പോലും ചെക്ക് ചെയ്തിട്ടാ കടത്തിവിടുന്നത്. 1 മണിക്കൂറിനുള്ള ഒരു വാൻ അയക്കാം. ഇവിടെയുള്ള സോഫയിലും മെത്തയിലും പാത്രങ്ങളിലും എല്ലാം പണം നിറച്ചിട്ട് വാനിലങ്ങ് കൊണ്ടുവന്നേക്ക്. ഈ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതാണെന്ന് തോന്നണം. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കി ബാലു നോക്കിക്കോളും. ശരി, പണം സൂക്ഷിച്ചോണം. 2 ദിവസങ്ങളിൽ പുത്തനാക്കി മാറ്റിയിരിക്കണം. ഈ പണമാണ് വിധി മാറ്റുന്നത്. അതെ, പണം മാറ്റിയാൽ ഉടനെ 2നെയും അങ്ങ് തീർത്തേര്. ആയിക്കോട്ടെ. പ്രണയ നൈരാശ്യമാണെന്ന് തട്ടിവിട്ടേര്. ആ വിടുവിടെ. നിന്റെ കൂർമ്മ ബുദ്ധി വല്ലാതെ കൂടിയിരിക്കുക. അതുകൊണ്ടാ ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നത്. ഇപ്പോ നിന്നെന്താ ചെയ്യാ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? അവനെ വിട്ടേക്ക് പ്ലീസ്. കൊക്കെയിൻ ഓവർഡോസേജാ. ചാവില്ല നീ. ജീവനോടെ തന്നെ ഉണ്ടാവൂ. ജീവനോടെ തന്നെ ഉണ്ടാവൂ. ജീവനോടെ മാത്രമേ ഉണ്ടാവൂ നീ. ശക്തി.
ശക്തി ശക്തി രാഷ്ട്രീയക്കാരോട് കളിച്ച ഇങ്ങനെ ഇരിക്കൂടാ. അവിടെ നീ നീ നിന്റെ ചാവ്. വർക്ക് ചെയ്തത് ഞങ്ങൾക്കൊന്ന് കാണോടാ. ശക്തി കണ്ണു തുറക്ക ശക്തി. ശക്തി എന്തെങ്കിലും പറ ശക്തി, എന്നോട് പറ. ആരുടെ നിങ്ങൾക്ക്? എന്തിനാ ഞങ്ങളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഡീ മിണ്ടാതിരിക്കടി. മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഡീ ഒച്ച ഉണ്ടാക്കലെന്ന്. ഞാൻ ശബ്ദം ഉണ്ടാക്കും. ഡീ മിണ്ടരുതെന്ന് പറഞ്ഞേ. ഒച്ച വെക്കും ഞാൻ. ഇത് എന്റെ വീടാ. Get out of my house. Just get out. നീ എന്തിനാണ് അവളോട് സംസാരിക്കുന്നത്? ഒച്ച എടുക്കടി, ഒച്ച വെക്ക്, വെക്കടി, വിളിക്കടി. ഞങ്ങൾ കാണട്ടെ നിന്റെ ഒച്ച ഒപ്പ്. വെക്ക് വെക്ക് പാക്ക് ചെയ്യ് വേഗം. ശക്തി ഹലോ ശക്തി. ഓക്കെ 10 മിനിറ്റിനുള്ളിൽ വാൻ ഇവിടെ എത്തും. ഫാസ്റ്റ് ഫാസ്റ്റ് വേഗം പാക്ക് ചെയ്യാൻ pack ചെയ്യടാ. മൂവ് മൂവ് വേഗം ആവട്ടെ. ഫാസ്റ്റ് ഫാസ്റ്റ്. ശക്തി അതിന്റെ മുകളിൽ കിടന്ന് ചുറ്റാതെ അങ്ങോട്ടങ്ങനെ പോടാ. എന്താ പറ്റിയ? വേഗം പോടാ. ശക്തി സർ, അതേ ഐഡിയ വെച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ചു. അതേ സ്റ്റാറ്റിക് ഐപിയുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിച്ച് അവരുടെ ഫോൺ നമ്പർ, അവരുടെ അഡ്രസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു സർ. സർ, ഇവർ രണ്ടുപേരും ആരെ ശക്തി? ആ റൈറ്റിലുള്ള ആളാ. ഇവനാണ് എല്ലാത്തിനും കാരണം. ബാത്റൂമിലെ കണ്ണാടി ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും അതിലെ രക്ഷപ്പെടണം. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആശേ. ഞാൻ ഇവിടുന്ന് പോയാ അവര് നിന്നെ കൊന്നു. ഞാൻ പോയില്ല. നീ പോയില്ലെങ്കിൽ നമ്മളെ രണ്ടുപേരെ അവർ കൊല്ലും. പോയില്ല ശക്തി. പ്ലീസ് ആശ, രക്ഷപ്പെട. നമ്മളെ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ ആരും അറിയില്ല ആശ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ചില ഡേ എങ്ങോട്ടാ പോന്നേ? ബാത്റൂം. കമോൺ കമോൺ വേഗം പാക്ക് ചെയ്യടാ ഫാസ്റ്റ്. വണ്ടി വരുന്നതിന് മുമ്പ് എല്ലാം പാക്ക് ചെയ്ത് പോണം. മൂവ്. അവിടെ നിൽക്ക്, ഞാൻ നോക്കാം. എന്താ പറ്റിയ? എല്ലാത്തിനും കാരണം ഇവനാടാ. എന്റെ കസേരയും തെറിപ്പിച്ച് പണവും നഷ്ടപ്പെടുത്തി എന്നെ ഈ ഗതിയിലാക്കിയത് ഇവനാടാ. വെറും 23,000 രൂപയ്ക്ക് വേണ്ടി നമ്മളെ പെടാപ്പാടുപെടുത്തിയവനവൻ. കുടുങ്ങിയില്ലടാ നീ, കുടുങ്ങിയില്ലടാ നീ. അവിടെ ഇവിടെ ഒളിച്ചു നടന്ന് അവസാനം എന്റെ തന്നെ പെട്ടില്ലേ? കുടുങ്ങിയത് ഞാനല്ല,
നീ ഇതാണ് ദേവരാജന്റെ വീട്, ഇതായുടെ അളിയന്റെ വീട്, ഇതാണ് കോളേജ്, ഇത് ഞാൻ പറഞ്ഞ ആ ഫാം ഹൗസ്. ഇതവന്റെ സെറ്റപ്പിന്റെ വീട്. അതറിയടാ, നീ ഒന്ന് ചുമരി. ആ വീടിന്റെ അടുത്തുള്ള എല്ലാ സ്പീഡ് ബ്രേക്കറിലും ഞാൻ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വണ്ടി അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങുമ്പോഴും അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ സ്കാൻ ആകും. ഈ എയർപോർട്ടിലൊക്കെ പെട്ടിക്കകത്ത് എന്താന്ന് കാണിക്കൂലേ, അതുപോലെയോ? അതെ. എടാ, അപ്പൊ അവൻ പഴയ പണമൊക്കെ പുതുക്കാൻ പുറത്തെടുത്തല്ലേ പറ്റൂ, അപ്പൊ പിടിക്കാലോ. അത് തന്നെയാണ് പ്ലാന്. സീനിയർ, നിങ്ങൾ രണ്ടുപേരും ഡേ ആൻഡ് നൈറ്റ് ഉറങ്ങാതെ ഒന്ന് പരിശ്രമിച്ചാൽ അവൻ ഏത് വണ്ടിയിലാണ് പണം കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നിന്റെ വൻ സിറ്റിയിലൂടെ വരാതെ നാട് മുഴുവനും ചുറ്റിക്കറങ്ങി വന്നത് നീ അറിഞ്ഞോണ്ടല്ല, ഞാനാണടാ അതിന് കാരണക്കാരൻ. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റ് വെപ്പിച്ചു. നീ യൂ ടേൺ എടുക്കുന്ന സമയത്ത് ഒരു ബൈക്ക് കുറുകെ ചാടി തോർക്കുന്നുണ്ടോ? അതിന് കാരണവും ഞാൻ തന്നെയാണ്. ഹലോ ശക്തി, ഇപ്പോൾ വാൻ നിന്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. പണത്തിനോടൊപ്പം നിന്നെ ഇവിടെ വരുത്തിയിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പ്രൂഫോടെ പിടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഈ റൂമിന്റെ ഓരോ ചുമരിലും ഞങ്ങൾ ഹിഡൻ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ വന്നതും നീ സംസാരിച്ചതും എല്ലാം റെക്കോർഡായി കഴിഞ്ഞിരിക്കുന്നതാ. ഞങ്ങളുടെ നീക്കങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. പക്ഷെ വിചാരിക്കാത്ത പോലെ ഒരു കാര്യം നടന്നു. ആശ ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് വന്നത്. ആശ നീ എന്താ ഇവിടെ? അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ സഹിച്ചത്. 3ാം ക്ലാസ് പോലും പാസ്സാകാത്ത നീ ചാക്ക് കണക്കിന് 2000 കോടിയല്ലടാ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ഞങ്ങള് മാസം 10,000 രൂപ സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചാകണമെന്നാണോടാ പറയുന്നത് നീ? ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ലടാ. എല്ലാ പ്രൂഫുകളും എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രവി, ആ പെണ്ണി രക്ഷപ്പെടാ. എടാ, അവൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? എന്റെ മന്ത്രി കസര എനിക്ക് തിരിച്ചു വേണോടാ. മുൻ HRD മന്ത്രി ദേവരാജൻ CBI വിചാരണയോടനുബന്ധിച്ച് കെട്ടുകണക്കിന് കോഴപ്പണം സൂക്ഷിച്ച ഒരു വീട് കണ്ടെത്തിയിരിക്കുകയാണ്. വാർത്തകൾ വിശദമായി. കൂടാതെ കോഴപ്പണത്തിന്റെ പേരിൽ വെടിവെപ്പുണ്ടായതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ മുഖ്യപ്രതി ദേവരാജനും അദ്ദേഹത്തിന്റെ സഹായികളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിയേറ്റ് മരിച്ചു.
and bundles of currencies at the house near Srinivasa Theatre in Chennai. മുൻ HRD മന്ത്രി ദേവരാജന്റെ കോഴപ്പണം സൂക്ഷിച്ചിരുന്ന വീട് കണ്ടെത്തി. ഈ പ്രശ്നത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ എല്ലാവരും അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരിച്ചു. കൂടുതൽ വിവരങ്ങളിലേക്ക്. സാർ, ആ മുഴുവൻ പണം എണ്ണി. മൊത്തം എത്രയുണ്ട്? 500 കോടിയിൽ 23,000 രൂപ കുറവുണ്ട് സാർ. ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഞാനെന്തിനു വിട്ടുകൊടുക്കണം? പൊളിച്ചടാ. 100 രൂപയുടെ നോട്ട് 23,000 രൂപയ്ക്ക്. CBI ഓഫീസർ സിദ്ധാർത്ഥ് മേനോൻ സല്യൂട്ട് അടിക്കുന്നു. തൊണ്ടയിൽ പരിക്ക് പറ്റിയ വെല്ലുവിളാവെന്ന് പറയുന്നത് ശരിയല്ലേ? നീ ആരാ MGR എന്ന് കരുതിയോ? മീശ മാധവല്ല, നമ്മുടെ ദിലീപ് ഏട്ടനാടാ. ചിങ്ങമാസം. നിനക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, മൂടാവണ്ട. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും അവരുടെ സേഫ്റ്റി മാത്രമേ അവരത് നോക്കുള്ളൂ. ഇൻഫാക്ട് അത് മാത്രമേ ചെയ്യുള്ളൂ. യു ഡൺ മോർ ദാൻ ദാറ്റ്. എത്ര പേര് അതിന്റെ പിന്നിൽ, എത്ര കുഴപ്പണം പിടിച്ചു, എത്രയോ വിദ്യാർത്ഥികൾ ഇത് ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സാർ. ഹലോ സാർ, മീറ്റ് മിസ്റ്റർ ബാലാജി. ഹലോ മിസ് ആശ. ഞങ്ങൾ ഈ കേസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. സാർ, എനിക്കൊരു ഡൗട്ട്. എങ്ങനെയായിരുന്നു സാർ നമ്മുടെ സുകുമാരക്കുറിപ്പിനെ പിടിച്ചത്? അതെന്റെ ഡ്യൂട്ടി അല്ലോ. സ്വാശ്രയ കോളേജ് കോഴപ്പണം തന്റെ ജീവൻ പണയം വെച്ച് വെളിച്ചത്ത് കൊണ്ടുവന്ന ശ്രീ ശക്തിക്കും സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ചേർന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്നും അധികമായി ഈടാക്കിയ കാശ് വിദ്യാർത്ഥികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി.